റോമാലേഖനകാരൻ പറയാണ്, ഒടിച്ചതേതിനെ നിർത്തിയതേതിനെ, സ്വാഭാവികമായതിനെ ഒടിച്ചു കളഞ്ഞു. സ്വാഭാവികമായത് എന്നവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് യഹൂദൻ എന്ന സ്വാഭാവിക കൊമ്പിനെയാണ്. യഹൂദൻ എന്ന സ്വാഭാവിക കൊമ്പിനെ ജാതി എന്ന എന്നെ, കാട്ടൊലിവായ ജാതി എന്ന എന്നെ സ്വാഭാവിക കൊമ്പിരുന്ന സ്ഥാനത്ത് വെട്ടി ഒട്ടിച്ചു. അതിനെ ഒടിച്ചു, എന്നെ ഒട്ടിച്ചു. ആ രണ്ട് പദം ഒന്ന് പറഞ്ഞേ. അതിനെ ഒടിച്ചു, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ. അതിനെ ഒടിച്ചു, എന്നെ ഒട്ടിച്ചു. ഹല്ലേലൂയ. അവരെ ഉപേക്ഷിച്ചു, എന്നെ സ്വീകരിച്ചു. എന്നിട്ട് റോമാലേഖനകാരൻ പറയാണ്, എക്കാലത്തേക്കും അവരെ ഉപേക്ഷിച്ചു എന്നതിന്റെ അർത്ഥമില്ല, അവരുടെ കൂടിച്ചേരൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തിന് കാരണമായി തീരും. ഹല്ലേലൂയ. കാലാവസാനത്തിങ്കിൽ സംഭവിക്കുവാനിരിക്കുന്ന പ്രവചന ധ്വനിയാണ്. എന്നാൽ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്ന വാക്യങ്ങൾ 22-ാമത്തെ വാക്യമാണ്. നമ്മൾ ഇന്നലെ ചിന്തിക്കുമെന്ന് പറഞ്ഞ വാക്യം. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ, ഈ ദയയും നിലനിന്നാൽ ദയയും തന്നെ അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിടെ രണ്ട് കാര്യം റോമാലേഖനകാരൻ പറയുകയാണ്. ഒരുത്തരുടെ ഇടയിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും മറ്റൊരുത്തരുടെ ഇടയിൽ ദൈവത്തിന്റെ ദയയും പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഒന്നുകൂടി ആ വാക്യത്തെ ദയവായി ശ്രദ്ധിച്ചാട്ടെ. 22-ാമത്തെ വാക്യം. ആകയാൽ ദൈവത്തിന്റെ ദയയും, അടുത്തത് ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ ഖണ്ഡിതവും കാണുക. ഇവിടെ ദൈവത്തിന്റെ രണ്ട് നിലപാടുകളെ ഈ വാക്യത്തിനകത്ത് വ്യക്തമാകുന്നുണ്ട്. ഇതിനു മുമ്പ് പഴയ നിയമത്താളുകളിൽ, പ്രത്യേകിച്ച് യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകന്റെ പ്രവചന പുസ്തകങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു വിഷയം തന്നെയാണ്. അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ. 62-ാം അധ്യായത്തിന്റെ, വലിയ പ്രവാചകന്മാരുടെ നിരയിൽ അഗ്രഗണ്യനായിരുന്ന യെശയ്യാവിന്റെ 62-ാം അധ്യായത്തിലെ ഒരു വാക്യം ഞാൻ ഇവിടെ വായിക്കുകയാണ്. 62-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും. 19-ാമത്തെ വാക്യം. കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. 19-ാമത്തെ വാക്യം. കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. ഇതേ പരാമർശം തന്നെ ലൂക്കോസ് സുവിശേഷത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. പിന്നെ ലൂക്കോസ് സുവിശേഷത്തിൽ എടുത്തിട്ടിരിക്കുന്ന വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. 18-ാമത്തെ വാക്യം. 18-ാമത്തെ വാക്യത്തിന്റെ ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. 19-ാമത്തെ വാക്യം. കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി കൊടുത്ത് ശുശ്രൂഷക്കാർക്ക് തിരികെ ഇരുന്നു. പള്ളിയിലുള്ളവരുടെ എല്ലാവരുടെയും കൺകൾ അവന്റെ മേൽ പതിഞ്ഞിരുന്നു. 21-ാമത്തെ വാക്യം. ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നന്നായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഭാഗത്തുള്ളത്. യെശയ്യാവ് എന്ന് പറയുന്ന പഴയ നിയമത്തിലെ പ്രവാചകൻ ദൈവത്തിന്റെ രണ്ട് ഫേസിനെ പറ്റി വിശദീകരിക്കുകയാണ്. രണ്ട് മുഖത്തെ പറ്റി, രണ്ട് ഭാവത്തെ പറ്റി വിശദീകരിക്കുകയാണ്. ഒന്ന് പ്രതികാര ദിവസവും, ഒന്ന് പ്രസാദ വർഷവും. ഒന്ന് ചേർന്ന് പറഞ്ഞേ. പ്രതികാര ദിവസവും, പ്രതികാര ദിവസവും പ്രസാദ വർഷവും. ഹല്ലേലൂയ. യേശു ഭൂമിയിൽ വന്നത് പ്രതികാര വർഷം പ്രസിദ്ധമാക്കാനല്ല, പ്രസാദ വർഷം പ്രസിദ്ധമാക്കാനാണ്. അതുകൊണ്ടാണ് 9-ാമത്തെ വാക്യം. യഹോവയുടെ പ്രതികാര ദിവസം എന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ പ്രസാദ വർഷം. 19-ാമത്തെ വാക്യം നോക്കിക്കേ. ലൂക്കോസിലെ 19-ാമത്തെ വാക്യം നോക്കിക്കേ. നമ്മുടെ കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന സ്ഥലം കണ്ടു. അപ്പോ രണ്ട് കാര്യമാണ് ഇവിടെ വെളിപ്പെട്ടത്. ഒന്ന് പ്രതികാര ദിവസവും, ഒന്ന് പ്രസാദ വർഷവുമാണ്. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ ഇതേ ആശയത്തെ റോമാലേഖനകാരൻ കുറച്ചുകൂടെ ഗംഭീരമായി വിശദീകരിക്കുകയാണ്. ആ ആശയം നിങ്ങളൊന്ന് കേട്ടാട്ടെ. ചിലരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും ചിലരിൽ ദൈവത്തിന്റെ ദയയും പ്രകടമായിരിക്കുന്നു. റോമാലേഖനത്തിലെ വാക്യം ഒന്നുകൂടെ വായിച്ചോളെ. ദൈവത്തിന്റെ ദയയും ആകയാൽ ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ ഖണ്ഡിതവും
ഖണ്ഡിതവും കാണുക. ഖണ്ഡിതമായ ദൈവത്തിന്റെ നിലപാടും കർക്കശക്കാരനായ ദൈവത്തെയും വിട്ടുവീഴ്ചയില്ലാത്ത ദൈവത്തെയും ക്രൂരനായ ദൈവത്തെയും വിടുവിക്കാൻ ആരുമില്ലാതെ സഹായിക്കാൻ ആരുമില്ലാതെ ആശ്രയിക്കുന്നവനെ ഹല്ലേലൂയ അവന്റെ അവസ്ഥ കണ്ടിട്ട് ശിക്ഷിക്കുന്ന ദൈവത്തെയും അതോടൊപ്പം തന്നെ ദയ കാണിക്കുന്ന ദൈവത്തെയും കാണുക. ഹല്ലേലൂയ. ഒന്നുകൂടി ആ വാക്യം വായിച്ചോ, നിങ്ങൾക്ക് അന്നേരം കൂടുതൽ മനസ്സിലാകും. ആകയാൽ ദൈവത്തിന്റെ ദയയും, ആകയാൽ രണ്ട് കാര്യം കാണുക, ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ ഖണ്ഡിതവും കാണുക. കർക്കശതയും ഖണ്ഡിതവും എന്ന് പറഞ്ഞ വിട്ടുവീഴ്ചയില്ലാത്ത ദൈവത്തിന്റെ പ്രകൃതിയും ദൈവത്തിന്റെ ദയയും കാണുക. രണ്ട് കാര്യം പറയുക, ദൈവത്തിന്റെ ദയ കാണുക, ദൈവത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഖണ്ഡിത നിലപാടുകളെ കാണുക. ഇവിടെ ഈ രണ്ട് നിലപാടുകളാണ് വെളിപ്പെട്ടിരിക്കുന്നത്. യഹൂദനോടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ടത് ദൈവത്തിന്റെ ഖണ്ഡിതമാണ്. നിങ്ങൾ നോക്കിക്കേ, സ്വാഭാവിക കൊമ്പ് എന്ന് റോമാലേഖനം 11 അധ്യായത്തിൽ വിശദീകരിച്ച യഹൂദനാകുന്ന കൊമ്പിനെ ഒടിച്ചു കളയുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ദൈവം ചെയ്തില്ല. ഹല്ലേലൂയ. ഒരു വിട്ടുവീഴ്ചയും ദൈവം കാണിച്ചില്ല. സ്വാഭാവിക കൊമ്പാകുന്ന യഹൂദനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഖണ്ഡിത നിലപാടാ വെളിപ്പെട്ടെ. മേളിൽ നമ്മളത് വായിച്ചു, ഒന്നുകൂടെ മേളത്തോടൊന്ന് വായിച്ചു വേണമെങ്കിൽ. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. 21 വാക്യം. സ്വാഭാവിക കൊമ്പുകളെ കണ്ടോ, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ, ദൈവം ആദരിച്ചില്ല. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിച്ചില്ല എന്നുള്ളതിന്റെ മറുവാക്ക് എന്താണ്? അവയെ ഉപേക്ഷിച്ചു, അവയ്ക്ക് ബഹുമാനം കൊടുത്തില്ല. സ്വാഭാവിക കൊമ്പ് എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്വഭാവത്താൽ മരത്തിൽ ഉണ്ടായവ, സ്വന്തം ജനമെന്ന് ദൈവം പറഞ്ഞവർ, എന്റെ മക്കൾ എന്ന് ദൈവം പറഞ്ഞവരെ ആദരിച്ചില്ല, മറന്നു കളഞ്ഞു, മാറ്റി നിർത്തി. ഓ ഹല്ലേലൂയ. എന്താ അവിടെ പ്രകടമായത്? ദൈവത്തിന്റെ കർക്കശത, ദൈവത്തിന്റെ ഖണ്ഡിത നിലപാട്. പഴയ നിയമത്തിൽ ഉടനീളം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ ദൈവത്തിന്റെ ഖണ്ഡിത നിലപാടാണ്. ഞാൻ ഉദാഹരണം ചില സമയത്ത് കാണിക്കാം. പിറുപിറുത്താൽ ഉടനെ ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളയുക. എന്നാൽ ഇന്ന് പിറുപിറുക്കാഞ്ഞിട്ടാണോ ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളയാത്തെ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അന്ന് പിറുപിറുത്തപ്പോ ഉള്ള അതേ ദൈവം തന്നെയല്ലേ ഇന്ന് പിറുപിറുക്കുമ്പോഴും ഉള്ളേ? പിന്നെ എന്നാ ഇന്ന് പിറുപിറുത്തിട്ടും ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളയാത്തെ? ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ് രണ്ടാമതേന്, പിറുപിറുപ്പിന് കുഷ്ഠം വരുത്തിയ ദൈവത്തിന് വല്ല വ്യത്യാസമുണ്ടോ? ഇന്നലെയും ഇന്നും നാളെയും ദൈവം ഒന്ന് തന്നെയല്ലേ? പിന്നെ എന്നെ ഇന്ന് പിറുപിറുത്തിട്ടും കുഷ്ഠം വരാത്തെ? ഇന്ന് പിറുപിറുത്തിട്ടും മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താത്തെ? 400 വർഷവും 600 വർഷവും അടിമത്തത്തിൽ പിറുപിറുപ്പില്ലാഞ്ഞിട്ടാണോ അയക്കാത്തെ? അല്ല, സ്വഭാവം അത് തന്നെയാ. അന്ന് ഇസ്രായേൽ മക്കൾ പിറുപിറുത്തെങ്കിൽ അതേ പിറുപിറുപ്പ് നമ്മുടെ അകത്തും ഉണ്ട് പ്രിയരെ. ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ ദൈവത്തോട് മുറുമുറുക്കാത്തവരായിട്ട്, പിറുപിറുക്കാത്തവരായിട്ട്, ദൈവം തന്ന ജീവിതത്തിൽ ഒരല്പമെങ്കിലും സങ്കോചം കൂടാതെ പിറുപിറുക്കാത്തവരായിട്ട് ആരും ഇവിടെ ഇല്ല. ഇന്ന് ഇത്രയും ജനം ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരിക്കലെങ്കിലും പിറുപിറുക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തിക്കാട്ടെ, കാണാൻ വേണ്ടിയാ. ആരുമില്ല. എന്താ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശ? എന്താ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശ്ചര്യം? പിറുപിറുക്കാഞ്ഞിട്ടല്ല, ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളയാഞ്ഞേ. അവിടെ ദൈവത്തിന്റെ ഖണ്ഡിത നിലപാട് പ്രകടമായെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ദയയുടെ നിലപാടാണ് പ്രകടമാകുന്നത്. ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ വന്ന് വായിച്ചോ, കാരണം വിശദീകരണം കൂടാതെ ആ വാക്യത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. ഇവിടെ റോമാലേഖനം പറയുക, ഇത് രണ്ടും കാണ്. ദൈവത്തിന്റെ ഖണ്ഡിതം നിങ്ങൾക്കുള്ള വാണിംഗ് ആണ്, ദൈവത്തിന്റെ ദയ നിങ്ങൾക്കുള്ള ആശ്രയമാണ്. കരമടിച്ച യേശുവിന് മഹത്വം കൊടുത്തേ. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ ഖണ്ഡിത നിലപാടുകൾ നിങ്ങൾക്കുള്ള വാണിംഗ് ആണ്. അതോടൊപ്പം തന്നെ പറയുക, ദൈവത്തിന്റെ ദയ നിങ്ങൾക്കുള്ള ആശ്രയമാണ്. ദൈവത്തിന് മാറ്റം ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്നാ ദൈവമേ അന്ന് കാണിച്ച പോലെ അന്ന് ക്ഷമ കാണിക്കാതെ ഇന്ന് ദയ കാണിക്കുന്നേ? താഴേക്ക് അത് വായിച്ചോ, വേണമെങ്കിൽ ഒന്ന് 22-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും. വീണവരിൽ വീഴ്ചയ്ക്ക് കാരണമായ പാപം അല്ല കാണണ്ടേ, വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതം കാണുക. ദൈവത്തിന്റെ കാഠിന്യം കാണുക.
വീണവരിൽ ദൈവത്തിന്റെ കാഠിന്യം കാണുക. പിന്നെ അടുത്തത്, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ. നിന്നിലോ. ഹല്ലേലൂയ. ഇപ്പൊ രണ്ട് കൂട്ടരെ ഇവിടെ എടുക്കുകയാണ്. ഒന്ന് വീണവർ, രണ്ട് നിൽക്കുന്നവർ. വീണവരിൽ ദൈവത്തിന്റെ കണ്ണികം കാണുക, എന്നിട്ട് അതിനെ വാണിംഗ് ആയി സ്വീകരിക്കുക. നിൽക്കുന്ന നിന്നിലോ, നിന്നിലോ നിലനിന്നാൽ, നീ ദയയിൽ നിലനിന്നാൽ, ദയയിൽ തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അപ്പൊ ഇവിടെ ഈ വാക്യം വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ദൈവം പ്രവർത്തിക്കനുസരിച്ച് വിധിക്കുന്ന ദൈവം, അവരുടെ പ്രവർത്തിക്കനുസരിച്ച് ദൈവം ഖണ്ഡിതമായി ഇടപെട്ടു. എന്നാൽ ഇന്ന് നമ്മുടെ പ്രവർത്തിക്കനുസരിച്ച് ദൈവം ഖണ്ഡിതമായി ഇടപെടും എന്നൊരു സംശയമാണ് ഈ വാക്യം കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷെ പ്രിയരെ, അടുത്ത വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കി. അടുത്ത വാക്യം ഒന്ന് വായിച്ചു നോക്കി. അവിശ്വാസത്തിൽ, കണ്ടോ, അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. കണ്ടോ, അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അടുത്തത്, അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. കണ്ടോ, അവരെ അപ്പൊ ഒടിക്കാൻ കാര്യം പ്രവൃത്തിക്കപ്പുറത്ത് അവിശ്വാസമാണ്. നിങ്ങളെ ചേർത്ത് വെക്കാൻ കാര്യം പ്രവൃത്തിക്കപ്പുറത്ത് വിശ്വാസമാണ്. ഓ, എത്ര പേർക്ക് അത് മനസ്സിലായി? നല്ലതായിട്ടൊന്ന് തെളിച്ചു പറഞ്ഞാൽ, വെട്ടാൻ കാര്യം അവിശ്വാസമാണ്, നടാൻ കാര്യം വിശ്വാസമാണ്. ഹല്ലേലൂയ. താഴെ വീഴാൻ കാര്യം അവിശ്വാസമാണ്, നിലനിൽക്കാൻ കാര്യം വിശ്വാസമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ദയയുടെ മുഖം അന്ന് പ്രകടമായിട്ടില്ലായിരുന്നു പ്രിയരെ. കാരണം പുത്രനിലൂടെ നമുക്ക് ദൈവവുമായിട്ട് സമാധാനം അന്ന് വന്നിട്ടില്ലായിരുന്നു എന്ന് പഴയ നിയമ കാലയളവുകളിൽ. ഹല്ലേലൂയ. കീറിക്കളയുമെന്ന് പറഞ്ഞ് വാശിയോടെ നിൽക്കുന്ന ദൈവത്തെയാ കണ്ടേ. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോ മാറോട് ചേർക്കുന്ന പിതാവിനെയാ കണ്ടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറോട് ചേർക്കുന്ന പിതാവ് പാപത്തിന് അനുമതി തന്നിട്ടില്ല. എവിടെയെല്ലാം നിങ്ങൾ വായിച്ചു, മുടിയൻപുത്രൻ മുടിയനായി തിരിച്ചു വന്നപ്പോൾ അവന്റെ അവസ്ഥ കണ്ട് അവനെ മാറോട് ചേർത്തു. പക്ഷെ പഴയ നിയമത്തിൽ പിതാവാണെങ്കിൽ പിതാവ് കൈകാര്യം ചെയ്യേണ്ട, അതിനു മുമ്പേ അവനെ ദൂരത്തുനിന്ന് കാണുമ്പോൾ തന്നെ നാട്ടുകാർ കൈകാര്യം ചെയ്യും. കാരണം അപ്പന്റെ കയ്യിൽ നിന്ന് പരദേശത്തേക്ക് സ്വത്ത് വാങ്ങി പിരിഞ്ഞുപോയ മകൻ ദൂർത്തടിച്ച് സകലവും മുടിച്ചിട്ട് തിരിച്ചു കയറി വന്നാൽ ദൂരത്തുനിന്ന് കാണുമ്പോഴേ അവനെ കല്ലെറിയുന്നത് ആ നാട്ടിലുള്ള വ്യവസ്ഥ. തീർച്ചയായിട്ടും അവൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഖണ്ഡിത നിലപാടാ. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ കരുണയുടെ നിലപാടാണ് വെളിപ്പെട്ടത്. എന്നാ കാര്യം എന്നറിയോ? പുത്രനിലൂടെ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നിരിക്കുന്നു. ഓ, കരമടിച്ച് തന്നെ യേശുവിന് നന്ദി പറയണം. ഹല്ലേലൂയ. പുത്രനിലൂടെ നമുക്ക് ദൈവത്തോട് സമാധാനം വന്നിരിക്കുന്നു. ലോകരാജ്യങ്ങൾ ഇന്ന് ടെലിവിഷനിലൂടെ കേൾക്കുന്നവരെ, മതം നിങ്ങളെ പഠിപ്പിച്ച ദൈവം കീറിക്കളയുന്ന ദൈവമാണെങ്കിൽ ഇവിടെ ഇതാ അനുഭവത്തിൽ അറിയുന്ന ഒരു ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു. ആ ദൈവം ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ കീറാനല്ല. പുത്രനെ കീറിയ പിന്നെ ഇനി ആരെയും കീറാൻ പറ്റുകയില്ല. മാറോട് ചേർത്ത് സ്നേഹം വെളിപ്പെടുത്തുന്ന സ്നേഹസ്വരൂപനായ പുത്രന്റെ സ്നേഹത്തിന്റെ പരിലാളനം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ വ്യഭിചാരിയായ സ്ത്രീയെ പിടിച്ചു, ഈ കാലഘട്ടത്തിലും വ്യഭിചാരിയായ സ്ത്രീയെ പിടിച്ചു. ആ കാലഘട്ടത്തിൽ പിടിച്ചവരോട് ദൈവത്തിന്റെ ഖണ്ഡിത നിലപാട് ദൈവം പ്രകടമാക്കി. അന്നേരം തന്നെ കല്ലെറിഞ്ഞു കൊന്നു. എന്നാൽ കൃപ വെളിപ്പെട്ടപ്പോൾ, പുത്രനിലൂടെയുള്ള ദയ വെളിപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ദയയിൽ ശരണം പ്രാപിച്ച സ്ത്രീയോട് യേശു പറയുന്നു, ആ സ്ത്രീയെ എറിയാൻ വന്നവരോട് യേശു പറയുന്നു, നിങ്ങൾ ഈ പാപമില്ലാത്തവൾ, ഇവളെ കല്ലെറിയട്ടെ. അർത്ഥമെന്നാ? നീ നിൽക്കുന്നതും ദയയാല, ഇവള് നിൽക്കേണ്ടതും ദയയാല. ഹല്ലേലൂയ. ഇവളെ നിർത്തിയതും ദയയാ, നിന്നെ നിർത്തിയതും ദയയാ. പകരം വീട്ടാൻ കഴിയുന്നവൻ ഞാനാ. ഞാൻ ഇവളെ വെറുതെ വിട്ടാൽ ഇനി ആർക്കും ഇവളെ ശിക്ഷിക്കാൻ അധികാരമില്ല. കരമടിച്ച് യേശുവിന്റെ വലിയ ദയക്കായിട്ട് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ രണ്ട് കാര്യം ഇവിടെ കർത്താവ് നിങ്ങളോട് കാണാനായിട്ട് പറയുകയാണ്. ഒരു ഭാഗത്ത് ദൈവത്തിന്റെ ഖണ്ഡിതം കാണുക. ആ ദൈവത്തിന് വ്യത്യാസമൊന്നും തന്നെയില്ല. ഈ സെയിം, അവനൊരു വ്യത്യാസവുമില്ല, അവൻ അത് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. പക്ഷെ ഇവിടെ ഈ ദൈവം നിന്നോട് ആവശ്യപ്പെടുകയാണ്, ദൈവത്തിന്റെ ഖണ്ഡിത നിലപാട് കാണുക, എന്നിട്ട് ദൈവത്തിന്റെ ദയയും കാണുക.
കണ്ണിത നിലപാട് മാത്രം കണ്ടാലും ക്രിസ്തീയ ജീവിതം ശരിയാകയില്ല. ദയ കൂടെ കാണണം. ദയ മാത്രം കണ്ടാലും ക്രിസ്തീയ ജീവിതം ശരിയാകുകയില്ല. കണ്ണിത നിലപാടെടുത്ത അതേ ദൈവം തന്നെയാ. ഈ ദൈവം എന്നതിലൊന്നും ഒരു വ്യത്യാസമില്ല. അവിടെ ഇന്നലെയും ഇന്നും എന്നും ഒരേ ദൈവം തന്നെയാ. ദൈവത്തിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ പുത്രൻ വന്ന പിന്നെ പഴയതുപോലെ അല്ല കാര്യങ്ങൾ. ഓ ഹല്ലേലൂയ. വേണമെങ്കിൽ അത് വായിച്ചോ, താഴേക്ക് വായിച്ചോ. ഞാൻ പറയുന്നതിലും നല്ലത് വാക്യങ്ങൾ കൂടുതൽ വായിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. 24 വാക്യം വായിച്ചോ. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്രയധികമായി ഒട്ടിക്കും. പുറത്ത് കിടന്ന് നിന്നെ ഒട്ടിച്ചെങ്കിൽ, ഹല്ലേലൂയ, അവരുടെ അവിശ്വാസം നിന്റെ സ്വീകാര്യത്തിന് കാരണമായെങ്കിൽ, ഓ ഹല്ലേലൂയ, എന്നെ സ്വീകരിക്കാൻ യഹൂദന്റെ ഉപേക്ഷ കാരണമായെങ്കിൽ, സ്വാഭാവികമായതിന് വിശ്വസിച്ച് തിരിച്ചു വരുന്നതിന് എന്നാ പരിമിതി? ഒരു പരിമിതിയും ഇല്ല. എന്നാ പറഞ്ഞതിന്റെ അർത്ഥം? വിശ്വസിക്കുന്ന ഉടനെ അവന് തിരിച്ചു വരാം. അതുകൊണ്ട് വിശ്വസിച്ച് കയറിയ നീ ഞെളിയണ്ട. വിശ്വസിച്ച് കയറിയ നീ ഞാനിനി എല്ലാ കാലത്തും ഇവിടെ കാണുമെന്ന് ചിന്തിക്കേണ്ട. ഹല്ലേലൂയ. വിശ്വസിച്ച് കയറിയവൻ ദൈവത്തിന്റെ ദയക്കായിട്ട് മടിക്കാതെ നന്ദി പറഞ്ഞോണം. ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കുമ്പോഴും ഉള്ളം കർത്താവിന്റെ ദയയാൽ നിറയണം. ഓ, എത്ര പേരത് കേട്ടു നടന്നത് ഞാൻ ആവർത്തിക്കാം. ഇന്നിവിടെ ഇരിക്കുമ്പോഴും എൻ്റെ യേശുവേ, ഞാൻ ആയിരിക്കുന്ന നിന്റെ കൃപയാല, ദയാല. ഉറക്കെ പറ, ദയ 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 ദയ. ആ ദയക്ക് വേണ്ടി ആ കരങ്ങളെ ഉയർത്തി ഒന്ന് യാചിച്ചാട്ടെ. ഒന്ന് കർത്താവിനോട് പറഞ്ഞാട്ടെ, യേശുവേ, ഞാൻ നിൽക്കുന്നത് എൻ്റെ കഴിവിനാലല്ല എന്ന് ഞാൻ അറിയുന്നു. ഒരൊറ്റ മുതൽ കർത്താവിനെ ഒന്ന് വിളിച്ചാട്ടെ. സ്വാഭാവിക കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞെങ്കിൽ, സ്വഭാവത്തിന് വിരുദ്ധമായി പ്രകൃതികളായി ജാതികളായി എന്നെ ഒടിച്ചു കളയുന്നതിന് ദൈവത്തിന് യാതൊരു കുഴപ്പവുമില്ല. എന്നെ ഒടിക്കാതെ നിർത്തുമ്പോൾ ഓരോ ദിവസവും എനിക്ക് മനസ്സിലായി എൻ്റെ കർത്താവിൻ്റെ ദയയാണ് എന്നെ പൊതിഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ. വേണമെങ്കിൽ ഒരു പക്ഷേ കൃപയ്ക്കെതിരെയൊക്കെ നമുക്ക് സംസാരിക്കാം. വേണമെങ്കിൽ ഒരു പക്ഷേ കൃപ അങ്ങനെയാ, കൃപ ഇങ്ങനെയാന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ പ്രിയരെ, നമ്മളായിട്ട് എന്തിനാ ഇരിക്കുന്ന കൊമ്പ് ഇരുന്നോണ്ട് മുറിക്കുന്നേ? ഹല്ലേലൂയ. അവന്റെ ദയ, അവന്റെ കൃപ ഒരു ദിവസം മാറി നിന്നാൽ നിങ്ങളും ഞാനും ഇല്ല പ്രിയരെ, നിങ്ങളും ഞാനും ഇല്ല. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദയാല, ലോകരാജ്യങ്ങളിൽ വീടുകളിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളിവിടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ദയാല. പുകഴുവാനും പ്രശംസിക്കാനും ഒന്നുമില്ല. തല കുനിച്ച് എൻ്റെ കർത്താവ് പിന്നെ ആ ദയയുടെ മഴ എൻ്റെ മേൽ പെയ്തിറക്കി എന്നെ നിർത്തുന്ന കൃപയ്ക്കായിട്ട് നന്ദി എന്ന് പറഞ്ഞ് മടിക്കരുത്. ആ രണ്ട് കരങ്ങളെ ഉയർത്തി നമ്മളൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. എല്ലാ മക്കളും രണ്ട് കരങ്ങൾ ഉയർത്തിക്കാട്ടെ. പരാജയം തുറന്ന് സമ്മതിച്ചുകൊണ്ട് യേശുവിനോട് പറഞ്ഞാട്ടെ, എൻ്റെ യേശുവേ. എല്ലാരും പറഞ്ഞു, എൻ്റെ യേശുവേ, ഞാൻ ആയിരിക്കുന്നത് കൃപയാലാണെന്ന്. മടിക്കാതെ കരമുയർത്തി പറഞ്ഞു, ഞാൻ ആയിരിക്കുന്നത് അങ്ങയുടെ കൃപയാലാണെന്ന് ഞാൻ അറിയുന്ന യേശുവേ. കൂടുതൽ അങ്ങയുടെ കൃപയില് ഞാൻ ശക്തിപ്പെടുന്ന കർത്താവേ, ആഗ്രഹിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. എന്റെ നാഥ യേശുവേ. എല്ലാ മക്കളും കരമുയർത്തി വിളിച്ച്, യേശുവേ, അവിടുത്തെ ദയേ അളവില്ലാതെ എന്റെ മേൽ പകരണമേ യേശുവേ. എല്ലാരും വിളിച്ച്, എന്റെ യേശുവേ, എന്റെ കർത്താവേ, ഞാൻ അങ്ങയെ തേടി വന്നതല്ല, അങ്ങ് എന്നെ തേടി വന്നതാ. എല്ലാ കുറവുകളുമുള്ള എന്നെ ഉപേക്ഷിക്കാതെ ഉദ്ധരിച്ചതിനായിട്ട് നന്ദി യേശുവേ. ഹല്ലേലൂയ. ആരാധന യേശുവേ. എല്ലാ മക്കളും പറഞ്ഞേ, ആരാധന യേശുവേ. എന്നോടുള്ള വലിയ ദയക്കായിട്ട് നന്ദി യേശുവേ. ഓ, ഇന്ന് നിങ്ങൾ കരം ഉയർത്തി പിടിച്ചുകൊണ്ട് ആ ദയക്ക് വേണ്ടി ശരണപ്പെടുമ്പോൾ, എൻ്റെ പ്രിയരെ, വ്യക്തിപരമായി നിങ്ങളിൽ അവന്റെ ദയ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അവന്റെ ദയ നിങ്ങളെ പൊതിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ശത്രുവിനും ഒരു പിശാചിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം യേശുവിന്റെ ദയ, ഓ അവന്റെ കൃപ നിങ്ങളെ പൊതിഞ്ഞ് മറച്ചു പിടിച്ചോണ്ടിരിക്കുക. കരമടിച്ച് ചേർന്ന യേശുവിന്. ഓ
എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത് കർത്താവേ, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത് യേശുവേ. ഹല്ലേലൂയ. പ്രിയ പിതാവേ, ഈ സമയത്ത് ഞാൻ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ മിനിറ്റിലും കീഴ്പ്പെടാൻ, ഓരോ മിനിറ്റിലും വിധേയപ്പെടാൻ. ഹല്ലേലൂയ. ഞങ്ങൾ എന്തൊക്കെയോ ആയി എന്ന് തോന്നുമ്പോഴെല്ലാം ഞങ്ങളോട് പറയുന്ന ഈ ശബ്ദം ഞങ്ങൾ കേൾക്കുന്ന കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ദൈവത്തിന്റെ ദയയില. ഒരു ദിവസം ഈ ദയ പിൻവലിച്ചാൽ ഞങ്ങൾ പഴയ മനുഷ്യരാ കർത്താവേ. ഒരു ദിവസം അങ്ങ് ദയയെ തിരിച്ചെടുത്താൽ ഞങ്ങൾ പഴയ മനുഷ്യരാ കർത്താവേ. എന്നാൽ അത് തിരിച്ചെടുക്കാതെ ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ആ വലിയ ദയക്കായിട്ട് സ്തോത്രം. അപവാദിയായ സാത്താൻ അപവാദം ഉന്നയിച്ച് ആക്രോശവുമായി അടുത്തു വന്ന് പ്രതിക്കൂട്ടിൽ ഞങ്ങളെ നിർത്താൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ ദയ ഞങ്ങളെ കാണാതെ വണ്ണം മറച്ചു പിടിച്ചിട്ട് വിശുദ്ധനായ യേശുവിനെ ലോകത്തെ കാണിക്കുന്ന ആ വലിയ ദയക്കായിട്ട് നന്ദി യേശുവേ. കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പ്രതികാര ദിവസത്തിലല്ല, ഞങ്ങൾ പ്രസാദ വർഷത്തിലാണ്. താങ്ക് യു ജീസസ്. ഈ പ്രസാദ വർഷത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ ലഭിച്ചതിനായിട്ട് നന്ദി. ഞങ്ങൾ ഈ അറിഞ്ഞ സത്യം ഒന്നിനും ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് മോഷ്ടിക്കാൻ കഴിയുകയില്ല. കാരണം അത്രമേൽ ഞങ്ങളുടെ രക്തത്തിൽ ഇതങ്ങ് തന്നതിനായി, അലിയിപ്പിച്ചതിനായിട്ട് നന്ദി യേശുവേ. നിന്റെ മക്കളിൽ അനേകരിൽ അത് അതിശയമായി മാറട്ടെ, രക്ഷാകരമായ ദൈവകൃപയായിട്ട് മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരമടിച്ച് ഈ വലിയ സ്നേഹസ്വരൂപനായ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മടിക്കല്. ഓ ഓ ഓ നന്ദി യേശുവേ. വിളിച്ചു പറ, എന്നോടുള്ള വലിയ ദയക്കായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിതിന്റെ ഒരു ഭാഗവും കൂടെ നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് പോവുകയാണ്. റോമാലേഖനം 13-ാം അധ്യായത്തിലെ കർത്താവിന്റെ ദയ എന്ന വിഷയത്തിന്റെ ഒരു ഭാഗവും കൂടെ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് പോവുകയാണ്. ഈ 22-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക, വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദൈവത്തിന്റെ ദയയിലും നിലനിൽക്കുന്നതിനാൽ ദയയിലും തന്നെ. ഒന്ന് ആ പദത്തിനിടയിൽ നിന്നൊരു പദം ഞാൻ എടുക്കുകയാണ്. ഞാൻ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ ദയയിലാണ്. ഒന്ന് പറഞ്ഞു, ഞാൻ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ ദയയിൽ. പ്രിയരെ, ഒരിക്കൽ പോലും നിങ്ങൾ ചിന്തിക്കരുത് എന്തെങ്കിലും ദാനം ദൈവം നിങ്ങൾക്ക് തരുമ്പോ ഞാൻ ചെയ്ത ഒന്നും ദൈവം അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ശരിക്ക് അത് നിങ്ങൾ അറിയണം. ഹല്ലേലൂയ. ദാനം വല്ലവർക്കും വല്ലതും ദൈവം തരുന്നെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗി സൗഖ്യമാകുന്നെങ്കിൽ എന്നെ നോക്കിയിട്ടോ എൻ്റെ സൽഗുണമോ എൻ്റെ ദുർഗുണമോ നോക്കിയിട്ടോ അല്ല ആ വ്യക്തിയെ സൗഖ്യമാക്കുന്നത്. ദൈവം തൻ്റെ ദയയാലാണ് ആ വ്യക്തിയെ സൗഖ്യമാക്കുന്നത്. ഹല്ലേലൂയ. ഈ ദയയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് അൺകണ്ടീഷണൽ ആണ്. ഈ ദയക്ക് ഒരു കണ്ടീഷനുമില്ല. ഈ ദയയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. ഈ ദയയുടെ നിദാനം, അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഈ ദയ സ്വീകരിക്കുവാൻ എങ്ങനെ അത് വിശദീകരിക്കുന്ന അറിഞ്ഞുകൂടെ? ഞാൻ പറഞ്ഞു നോക്കാം. നിങ്ങൾക്കത് ഒരു പക്ഷേ ഇതിന്റെ അവസാനം നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണത ലഭിക്കുമായിരിക്കും. ഈ ദയ സ്വീകരിക്കുവാൻ നിങ്ങൾക്കുള്ള ഏക യോഗ്യത നിങ്ങളുടെ അയോഗ്യതയാണ്. ഹല്ലേലൂയ. കേട്ടോ ഇല്ലേ? ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഈ ദയ സ്വീകരിപ്പാൻ നിങ്ങൾക്കുള്ള ഏക യോഗ്യത നിങ്ങളുടെ അയോഗ്യതയാണ്. ദൈവം വല്ലതും തരുന്നെങ്കിൽ അത് നിങ്ങളെ നോക്കിയിട്ട് തരുന്നതല്ല, പുത്രനെ നോക്കിയിട്ട് തരുന്നതാണ്. അതുകൊണ്ടാ ദൈവം തന്നെ നോക്കിയിട്ട് പറയുന്നത്. ദൈവം പകർന്നതിനെ കുറിച്ച് ദൈവം ഒരിക്കലും അനുദപിക്കുന്നില്ല എന്ന് പറയുന്നേ.
സൽഗുണം നോക്കിയിട്ട് തന്നതാണെങ്കിൽ ദുർഗുണം ഉണ്ടാകുമ്പോൾ ഇറങ്ങിപ്പോണ്ടേ. ഇത് സൽഗുണം നോക്കി തന്നതല്ല, എന്നെ നോക്കി തന്നതല്ല. ഹല്ലേലൂയ. എന്നെ നോക്കി, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പേര് വിളിച്ച ആ മുടിയംപുത്രനെ, ഹല്ലേലൂയ, മുടിയംപുത്രന് ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ പുതപ്പ് ഇടാനുള്ള യോഗ്യത എന്ത്? പറയൂ. വേശ്യകളുടെ കൂടെ കിടന്നുറങ്ങിയതോ? അപ്പന്റെ മുതൽ മുഴുവൻ നശിപ്പിച്ചതോ? അപ്പനെ വിട്ട് പരദേശത്ത് പോയതോ? എന്താണ് ഇവൻ ഇട്ടിരിക്കുന്ന ഈ പുതപ്പ് വാങ്ങുവാനുള്ള ഇവന്റെ യോഗ്യത? ഇവൻ ഇട്ടിരിക്കുന്ന ഈ ചെരുപ്പ് വാങ്ങുവാനുള്ള ഇവന്റെ യോഗ്യത എന്താണ്? പറയൂ നിങ്ങൾ എന്നോട്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതോ? മുതൽ മുഴുവൻ തിന്നുകുടിച്ചതോ? നശിപ്പിച്ചതോ? പന്നികളുടെ കൂട്ടത്തിൽ കിടന്നുറങ്ങിയതോ? പറയൂ എന്നോട്. ഇപ്പോൾ ഈ മനുഷ്യൻ വിരലിട്ടിരിക്കുന്ന ഈ മോതിരം ഇടുവാൻ ഇവന് എങ്ങനെ യോഗ്യനായി? എന്താണ് ഈ ദാനത്തിന് ഇവനെ യോഗ്യനാക്കിയത്? പറയൂ നിങ്ങൾ എന്നോട്, പറയൂ. ഹല്ലേലൂയ. എന്താണ് ഈ മുടിയംപുത്രനെ ഈ മോതിരത്തിന് യോഗ്യനാക്കിയത്? തടിപ്പിച്ച മൃഗത്തെ അറക്കാൻ അപ്പൻ പറഞ്ഞില്ലേ? എന്താണ് ഇത്രയും വലിയ ആഘോഷത്തിന്റെ കേന്ദ്രബിന്ദു ആകുവാൻ ഈ മനുഷ്യനെ കാരണമാക്കിയത്? പറയൂ നിങ്ങൾ എന്നോട്. എന്താ? ഇങ്ങനെ ഒരു വാക്ക് നമുക്ക് വേണമെങ്കിൽ ഉപദേശമായി സ്ഥാപിക്കാൻ ഒക്കുമോ? ഹല്ലേലൂയ. പന്നിക്കുട്ടി കിടന്നേച്ചിട്ട് വന്ന ദൈവം ഉടുപ്പ് തരും കേട്ടോ, ദൈവം പുതപ്പ് തരും കേട്ടോ, ദൈവം ചെരുപ്പ് തരും കേട്ടോ. അതാണോ എന്റെ സത്യം? അല്ല. ദൈവം എന്തെങ്കിലും തന്നെങ്കിൽ അത് എന്നെ നോക്കിയിട്ട് തന്നതല്ല, അവന്റെ ദയന്ന് തന്നതാ. ഓ, കരമടിച്ചോ, യേശുവിന് മഹത്വം കൊടുത്തോ. നോക്കണേ. പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ, ഈ മനുഷ്യന് അളവ് കൂടാതെ പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ കൊടുക്കുവാനും അദ്ദേഹത്തിന്റെ നിഴല് തട്ടുമ്പം രോഗികൾ സൗഖ്യമാകുവാനും പിന്നൊരു സ്ഥലത്ത് മറ്റൊരു അപ്പോസ്തലന്റെ റൂമാല് കൊണ്ടിടുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കാനും വേണ്ടിയൊക്കെ ഇവരെന്ത് ചെയ്തു? പഴയ പടകും പഴയ വലയും എടുത്ത് പിന്മാറിപ്പോയതാണോ ഇവരുടെ യോഗ്യത? പറയൂ. ഞാൻ അവനെ അറിയത്തില്ല എന്ന് വേലക്കാരിയുടെ മുമ്പിലും തീകായുന്നവരുടെ നടുവിലും എല്ലാം അറിയിച്ച് തള്ളിപ്പറഞ്ഞതാണോ ഇവർക്ക് ഈ ദയ സ്വീകരിക്കുവാനുള്ള യോഗ്യത? നോക്കൂ, ഇതൊന്നും നിങ്ങൾ പ്രത്യേകിച്ച് പുതിയ നിയമം വായിച്ചോ. ഇവിടെ വല്ലതും കൊടുക്കുന്നെങ്കിൽ ദൈവം തന്റെ സ്റ്റാൻഡേർഡിൽ നിന്നാണ് കൊടുക്കുന്നത്, അല്ലാതെ എന്റെ സ്റ്റാൻഡേർഡ് നോക്കിയിട്ടല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കർത്താവ് റോമാലേഖനത്തിൽ എനിക്ക് കരുണ തോന്നേണ്ടവനോട് എനിക്ക് കരുണ തോന്നുന്നു, എനിക്ക് ദയ തോന്നേണ്ടവനോട് എനിക്ക് ദയ തോന്നുന്നു. ആർക്കും എൻ്റെ മുമ്പിൽ ഇവനോട് ദയ തോന്നണമേ എന്ന് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് വരാൻ പറ്റുകയില്ല. കാരണം എനിക്ക് തോന്നണമെന്ന് തോന്നുന്നവനെ എനിക്ക് തോന്നുകയുള്ളൂ. ഹല്ലേലൂയ. നോക്കിയേ, ദൈവത്തിൻ്റെ ദയയുടെ ആ അൺകണ്ടീഷണൽ റലം നിങ്ങളൊന്ന് അറിഞ്ഞ്, ഒരു വ്യവസ്ഥയുമില്ലാത്ത ആ തലം ഒന്നറിഞ്ഞ്, നീ മടങ്ങി വന്നാൽ അല്ലെങ്കിൽ നീ ഇതൊക്കെ ചെയ്തിട്ട് വന്നാൽ ദൈവത്തിൻ്റെ ദയ കാണിക്കാമെന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. നീ എങ്ങനെയായിരിക്കുന്നോ ദൈവത്തിൻ്റെ ദയയാണ് എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, മാനസാന്തരപ്പെട്ട് വന്നു കഴിയുമ്പം ദൈവം എന്നോട് ദയ കാണിക്കും എന്നല്ല വാക്യം. ശ്രദ്ധിച്ചു കേക്ക്. എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് അവന്റെ ദയയാണ്. എത്ര പേർക്ക് അത് മനസ്സിലായി എന്നറിയത്തില്ല. ഞാൻ വേണമെങ്കിൽ റോമാലേഖനത്തിൽ ചെയ്യുന്ന ഒരു വാക്യം കൂടെ നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ വായിക്കാം. നമ്മൾ ഈ 22-ാമത്തെ വാക്യത്തിലെ ആ പദം ഒന്നുകൂടെ വായിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകാം. 22-ാമത്തെ വാക്യത്തിലെ പദം ഒന്നുകൂടെ വായിച്ചോ. ദൈവത്തിന്റെ ദയ ഒന്ന് പറഞ്ഞ വാക്ക്, ദൈവത്തിന്റെ ദയ. ഒന്ന് ഉറക്കെ പറ, ദൈവത്തിന്റെ ദയ. 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് വായിച്ചിട്ട് 1-ാം അധ്യായത്തിലേക്ക് പോക്കോ. ആകയാൽ ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ ദയവും കണ്ണികവും കാണുക. ദൈവത്തിന്റെ കണ്ണിതവും. ഇവിടെ രണ്ട് കാര്യം. ദൈവത്തിന്റെ ദയ കാണുക. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞ, ദൈവത്തിന്റെ ദയ ഒന്ന് കണ്ടാട്ടെ. മടിക്കാതെ പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ ദയ ഒന്ന് കണ്ടാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം തന്നെ, ഈ റോമാലേഖനത്തിൽ തന്നെ ഞാൻ ഈ വിഷയത്തെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. 1-ാം അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് വന്നാട്ടെ. 1-ാം അധ്യായത്തിൽ റോമാലേഖനം മുഴുവൻ ഈ വിഷയം ഉണ്ടെങ്കിൽ കൂടെ നമ്മളിപ്പോൾ വായിക്കുന്ന ഈ വാക്യം 1-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. ഓക്കെ. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കരുണ. ഓക്കെ, 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. 2:4. എന്നിട്ട് 1:21 നമ്മൾ പോവും. 2:4.
അല്ല ദൈവത്തിന്റെ ദയ ആണോ? ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന്. ബാക്കി എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടെ. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ. അപ്പൊ നോക്കിയ നമ്മൾ സാധാരണ പറയുന്നത്, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നിനക്ക് ദയ ലഭിക്കും എന്നാ പറഞ്ഞേ, അല്ലേ? പക്ഷെ വചനം പറഞ്ഞത് ദയാണ് എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതെന്നാ. ഒന്നുകൂടെ വായിച്ച 24-ാമത്തെ വാക്യം, 2:24. 2:4. ദൈവത്തിന്റെ ദയ അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ. കണ്ടോ? അപ്പൊ ഇവിടെ ഗോഡ്സ് മേഴ്സി, കർത്താവിന്റെ ദയ, ദൈവത്തിന്റെ കരുണ എന്നോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന എന്നാന്നറിയോ? എന്നെ പാപത്തിൽ തുടരുകയല്ല. ഹല്ലേലൂയ. വിശുദ്ധന്റെ കൃപ അശുദ്ധിയിൽ തുടരാൻ എന്നെ അനുവദിക്കുകയല്ല. ദൈവത്തിന്റെ ദയ പാപ ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നല്ല. വായിച്ചേ 2:4. അല്ല ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. ദയ എങ്ങോട്ടാ നയിക്കുന്നേ? മാനസാന്തരത്തിലേക്ക്. കൈൻഡ്നസ് എന്നെ നയിക്കുന്നത് റിപ്പന്റൻസിലേക്കാണ്. മേഴ്സി എന്നെ നയിക്കുന്നത് റിപ്പന്റൻസിലേക്കാണ്. ഗ്രേസ് എന്നെ കൊണ്ടുപോകുന്നത് പാപത്തിലേക്കല്ല, മാനസാന്തരത്തിലേക്കാണ്. ദയയാൽ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, എന്റെ ദൈവമേ, എനിക്ക് ഇളച്ചു കിട്ടിയല്ലോ, ഈ കൃപ വലുതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കൃപയാൽ അത്ര വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന് നിങ്ങളുടെ ഒരു പ്രവൃത്തിയും കാരണമല്ല. കാരണം ഒരു പ്രവൃത്തിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് പരിഗണിക്കാതെ അവന്റെ ദയയാണ് നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. ഒന്ന് പറഞ്ഞു, യേശുവിന്റെ ദയയാണ്. ഉറക്കെ പറ, യേശുവിന്റെ ദയയാണ് എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. എന്നിട്ട് ഇവിടെ ചോദിക്കുകയാണ്, ദൈവത്തിന്റെ ദയ നിന്നെ 2:4 വായിച്ചോ. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ ഇത് മനസ്സിലാക്കാതെ നീ അവന്റെ ദയ, ഈ ദയാണ് നിന്നെ പിടിച്ചു നിർത്തുന്നേ, മാനസാന്തരത്തിലേക്ക്. ഇതറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. എനിക്കിതൊന്നും വേണ്ടെന്ന് പറയുന്നു. ഇത് മാറിയാൽ നീ ഇല്ല. ഹല്ലേലൂയ. ഇവിടെ അളവ് കൂടാതെ ദൈവം തന്റെ ദയ അയച്ചുകൊണ്ടിരിക്കുമ്പോ പറയുക, എനിക്കെങ്ങും ദയ വേണ്ട. നിരസിക്കുന്നു. ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളച്ചാട്ടത്തിന് അടിയിൽ നീ കലം കമത്തി വെക്കുന്നു. എന്നിട്ട് നിന്റെ കലം എടുത്തിട്ട് നീ പറയുന്നു, ദൈവം ക്രൂരനാന്ന്. അല്ലവേ അല്ല, ദൈവം കാരുണ്യവാനാ. ദൈവത്തിന്റെ ദയ ഒഴുകിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കുന്ന ഏവരുടെ മേലും കർത്താവിന്റെ ദയ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്നാൽ കലം കമത്തി വെച്ചിട്ട് ഞാൻ ഇതിൽ നിന്ന് മാറി നിന്നാൽ ഞാൻ മാത്രമാ അതിന് ഉത്തരവാദി, വേറെ ആരുമല്ല. അതാ ഇവിടെ വാക്യത്, ദൈവത്തിന്റെ ദയ അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. ഇത് പഠിപ്പിക്കാത്തതുകൊണ്ടാണ്, ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കൃപയ്ക്കെതിരെ ആൾക്കാർ സംസാരിക്കുന്നത്. ഓൺലി ദ ഗ്രേസ് ക്യാൻ ട്രാൻസ്ഫോം യു. കൃപയ്ക്ക് മാത്രമേ നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. ഉപദേശത്തിന് മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പറ്റുകയില്ല. കാരണം ഉപദേശം പുറത്തും വൈകാരികത അകത്തുമാണ്. അകത്തെ വൈകാരികതയുടെ മേൽ എനിക്ക് ആവശ്യം ഉപദേശമല്ല, കരുണയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് അവൾക്ക് തന്നെ അറിയാം വ്യഭിചാരം ചെയ്യരുതെന്ന്. ഏത് പ്രസംഗകനും വ്യഭിചാരം ചെയ്യരുത്, കീറിക്കളയും എന്നാ നാട്ടിൽ പ്രസംഗിക്കാത്തതുകൊണ്ടല്ല അവൾ വ്യഭിചാരിണിയായേ. അവൾക്കും അറിയാം വ്യഭിചാരം പാപമാണെന്ന്. പക്ഷെ അവളുടെ വിഷയം ഈ വൈകാരികതയെ പിടിച്ചു നിർത്തുവാൻ അവൾക്ക് കഴിയുന്നില്ല. ഇനി അവൾ കേൾക്കേണ്ടത് ഉപദേശമല്ല, അവൾക്ക് കേൾക്കേണ്ടത് കൃപയാണ്. അവൾ അറിയേണ്ടത് ദൈവത്തിന്റെ ദയയാണ്. ആ ദയയാണ് അവളെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ദീർഘശാന്തിയിലേക്കും നയിക്കുന്നത്. ഇവിടെ ചോദിക്കുകയാണ്, ഇതെല്ലാം അറിഞ്ഞിട്ട്, ദൈവത്തിന്റെ ദയ ഇതൊക്കെ ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് നീ ഇവയെ നിരസിക്കുന്നു. ഇവയുടെ ഐശ്വര്യം, ആ വാക്യം ഒന്ന് വായിച്ചു വേണമെങ്കിൽ, അതുകൊണ്ട് അവിടെ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം ഇതാണ് എന്റെ ഐശ്വര്യം. ദൈവത്തിന്റെ ദയയാണ് എന്റെ ഐശ്വര്യം.
ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ദയയാണ് എൻ്റെ ഐശ്വര്യം. ദൈവത്തിന്റെ ദയയാണ് ഞാൻ ഐശ്വര്യം. ഐശ്വര്യത്തോടെ ജീവിക്കുന്നതിന്റെ കാര്യം ദൈവത്തിന്റെ ദയയാണ്. ഹല്ലേലൂയ. ഒന്ന് നോക്കിയേ, ദൈവത്തിന്റെ ദയ. എന്നോട് ദൈവം ക്ഷമിക്കാൻ കാര്യം ദൈവത്തിന്റെ ദയയാണ്. ദീർഘശാന്തി എന്നോട് ദൈവം കാണിക്കാൻ കാര്യം ദൈവത്തിന്റെ ദയ എന്ന് പറഞ്ഞ് ഇതൊന്നും വാങ്ങാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ ആയിരിക്കുന്ന ദൈവത്തിന്റെ ദയയിലാണ് എന്ന് ഞാൻ അറിയുമ്പം ഞാൻ അതിനെ നിരസിക്കുകയില്ല. ഇവിടെ റോമാലേഖനത്തിൽ പൗലോസ് ചോദിക്കുകയാണ്, ഇല്ല ഇതിനെ നിരസിക്കുന്നു, ഇവയുടെ ഐശ്വര്യത്തെ നിരസിക്കുന്നുവോ? ഇവയുടെ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും. കാഠിന്യം എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൃപയ്ക്ക് കീഴ്പ്പെടാൻ കഴിയാത്ത മാനസിക അവസ്ഥയാണ്. കൃപയ്ക്ക് കീഴ്പ്പെടാൻ കഴിയാത്ത മാനസിക അവസ്ഥയെ ഞാൻ മണിക്കൂറുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എന്നെ കേൾക്കുന്നവർക്കറിയാം. ഇപ്പോഴും ഇത് നമ്മുടെ ഈ സ്റ്റോളിലുണ്ട് 10 മണിക്കൂറത്തെ ഗിരിപ്രഭാഷണത്തിന്റെ പഠിപ്പീര്. ഇന്ന് എനിക്കൊന്ന് 2-3 കോപ്പി അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത 3-4 പേർക്ക് അത് ചിലപ്പം 2 കോപ്പിയേ ഉള്ളൂ, അല്ലേ? 2 കോപ്പിയുണ്ട്. 10 മണിക്കൂറത്തെ ഗിരിപ്രഭാഷണത്തിന്റെ പഠിപ്പീര്. ആ വിഷയത്തിനകത്ത് ഞാൻ ഈ വിഷയങ്ങൾ കംപ്ലീറ്റ്ലി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അത് പ്രത്യേകിച്ച് നിങ്ങളത് കേൾക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. അതിൻ്റെ DVD ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാട്ടാക്കടക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്, മെയിൻ സ്ട്രീമിൽ പോകേണ്ടതല്ല. അത് വേണമെങ്കിൽ അത്യാവശ്യമുള്ളവർ അത് കൈപ്പറ്റിക്കണം. 3-4 എണ്ണമേ ഉള്ളൂ. ആദ്യം ഒരുപക്ഷെ അവിടെ ചെല്ലുന്നവർക്ക് അത് കിട്ടിയേക്കാം. ഞാൻ പറഞ്ഞത് അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ആ വിഷയം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എത്ര മണിക്കൂറത്തെ അത്? 13 മണിക്കൂറത്തെ ഗിരിപ്രഭാഷണത്തിന്റെ പഠിപ്പീര് ലക്ഷക്കണക്കിന് 1000കണക്കിന് കോപ്പികൾ ലോകരാജ്യങ്ങളിൽ ആൾക്കാർ വാങ്ങി വിടുതൽ. ഇന്ന് രാവിലെ എനിക്ക് അതിൻ്റെ ഇമെയിൽ ലഭിക്കാനിടയായി. എൻ്റെ ബ്രദറെ, ആകെ ചിന്താഗതിയെ തന്നെ അത് മാറ്റിമറിച്ചു എന്ന്. കാരണം അത്രയ്ക്ക് വിശുദ്ധമായിട്ടുള്ള പഠിപ്പീരാണത്. അത് ഞാൻ ഇനി എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നിരസിക്കുമ്പോൾ കണ്ടോ, അവിടെ ആ വാക്യം ഒന്ന് വായിച്ചു. ദൈവത്തിന്റെ ദയ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ. 5-ാമത്തെ വാക്യം. നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക്. കാഠിന്യമാണ് കൃപയെ, ദയയെ സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥ. ഹൃദയ കാഠിന്യം എന്ന് പറഞ്ഞാൽ, ഹൃദയ കാഠിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെ നിന്നാണെന്നറിയോ? ബിറ്റർനെസ്സിൽ നിന്ന്, കയ്പിൽ നിന്ന്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സെൽഫ് റൈച്ചസ്നെസ്സിൽ നിന്ന്, സ്വയനീതി ബോധത്തിൽ നിന്നാണ് ദൈവനീതിക്ക് കീഴ്പ്പെടാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നത്. ഇവിടെ റോമാലേഖനകാരൻ ചോദിക്കുകയാണ്, ദൈവത്തിന്റെ ദയയ്ക്കും ദൈവത്തിന്റെ ദീർഘശാന്തിക്കും ക്ഷമയ്ക്കും കീഴ്പ്പെടാൻ കഴിയാത്തതിന്റെ കാര്യം നിന്റെ ഹൃദയകാഠിന്യമാണ്. ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള സ്വയചിന്തയാണ്, സ്വയനീതിയാണ് അതിന് കാരണമെന്ന് വിശദീകരിച്ചിട്ട് ഇവിടെ പറയുകയാണ്, അവന്റെ ദയ നദി പോലെ ഒഴുകുന്നു, നിന്നിൽ അതൊരു ഐശ്വര്യമായി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആരിന്നതിന് വിധേയപ്പെടുന്നോ അവരെ മൂടുവാൻ അവന്റെ ദയ ഇവിടെ വന്നിരിക്കുക. കരമടിച്ച്, ഓ എൻ്റെ കർത്താവേ, നിന്റെ ദയ യേശുവേ. ഒന്ന് വിളിച്ചേ ആ നാമത്തെ. ഒന്ന് വിളിച്ചേ മക്കളെ, ആ നാമത്തെ കരം ഉയർത്തിക്കൊണ്ടൊന്ന് വിളിച്ചേ, യേശുവേ. അയ്യോ, ഇന്ന് ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ആ ദയ ഇവിടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുക. ആ ദയ ഇവിടെ ഇറങ്ങി നിൽക്കുക. ഒന്ന് വിശ്വസിച്ച് നിങ്ങൾ ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ ദയ. ഒന്ന് പറഞ്ഞേ, യേശുവേ, അങ്ങയുടെ ദയ, അങ്ങയുടെ ദയ, അങ്ങയുടെ ദയ, അങ്ങയുടെ ദയ, അങ്ങയുടെ ദയ. ഉറക്കെ പറ, യേശുവേ, അങ്ങയുടെ ദയ, അങ്ങയുടെ ദയ, അങ്ങയുടെ ദയ, ദയ 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 ഒന്ന് മാത്രമായി എന്നെ നിർത്തിയിരിക്കുന്നേ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു, ദയ ഒന്ന് മാത്രമായി എന്നെ നിർത്തിയിരിക്കുന്നേ. ഹല്ലേലൂയ. ഇവിടെ പിന്നെയും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ ദയക്ക് കീഴ്പ്പെട്ടാൽ അവന്റെ ദയ നിന്റെ മേൽ ഇറങ്ങി വന്നിട്ട് അത് നിന്നിൽ തന്നെ ഒരു ഐശ്വര്യത്തെ. ഒന്ന് അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത പദം ഒന്ന് വേണമെങ്കിൽ പറഞ്ഞു, ഒരു ഐശ്വര്യത്തെ. അതാണ് നിന്റെ ഐശ്വര്യം, അതാണ് നിന്റെ ഐശ്വര്യം. ഹല്ലേലൂയ. എന്നാ ഐശ്വര്യം ഇവിടെ വന്നാൽ ദൈവത്തിന്റെ ദയ ഇറങ്ങുന്നിടത്ത ഈ ഐശ്വര്യമുള്ളേ. കാണുമ്പോഴേ ആൾക്കാർ പറയും, കർത്താവിന്റെ ദയയുടെ ഐശ്വര്യം അവന്റെ മുഖത്ത്, യേശുവിന്റെ ദയയുടെ ഐശ്വര്യം അവന്റെ മുഖത്ത്. കാഠിന്യവും ഐശ്വര്യവും രണ്ടാണ്. കാഠിന്യത്തിൽ മുഖം കഠിനമായിട്ടിരിക്കും.
കാഠിന്യത്തിൽ മുഖം പക്ഷേ ദയക്കകത്ത് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ ഐശ്വര്യം അങ്ങോട്ട് വെളിപ്പെടും. മുഖത്ത് നോക്കിയാൽ തന്നെ പറയും എന്നോ കൃപയാ, ഹല്ലേലൂയ, എന്നോ ദയാ, ഹല്ലേലൂയ, സ്തോത്രം. നിറത്തിന്റെ കൂടുതലോ കുറവോ ഒന്നുമല്ല, കണ്ടറിയ ആ വ്യക്തിയുടെ മേല് എന്നാ ദയ ഇറങ്ങി നിൽക്കുന്നേ, എന്നാ കരുണയാ. ഒന്ന് കരമടിച്ച് അതിനായിട്ടൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഇന്ന് 2 ചോയ്സ് നിങ്ങളുടെ മുമ്പിൽ കർത്താവ് വെക്കുകയാണ്. വേണമെങ്കിൽ ഒരു കോള് മൊബൈലിൽ വരുമ്പോൾ 2 ബട്ടൺ മിക്കവാറും മൊബൈലുകളിലൊക്കെ കാണാറുണ്ട്. ഒന്ന് റിജക്റ്റ് ബട്ടണാണ്, ഒന്ന് അക്സെപ്റ്റ് ബട്ടണാണ്. ഹല്ലേലൂയ. ഒന്ന് പച്ച കളറും ഒന്ന് ചുമല കളറുമാണ്. ഉപയോഗിക്കുന്നവർക്കറിയാം. ഇപ്പോൾ ഈ ടച്ച് വന്നേ പിന്നെ അങ്ങോട്ടൊന്ന് സ്ലൈഡ് ചെയ്യാം, വേണമെങ്കിൽ ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങോട്ട് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്യുന്നെങ്കിൽ വേണം നിരസിക്കാം, റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യുന്നെങ്കിൽ സ്വീകരിക്കാം. രണ്ടിനുമുള്ള ഓപ്ഷൻ വെച്ചിരിക്കുക. ദൈവത്തിൻ്റെ ദയ ഒരിക്കലും ദൈവം എന്നാ പറയണ്ടേ, ഇവൻ ദൈവത്തിൻ്റെ ദയയിൽ നിർത്തും ദൈവം വ്യക്തികളെ. ദൈവത്തിൻ്റെ ദയയിൽ ദൈവം എപ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. എന്നിട്ട് ഈ ദയ നമ്മൾ അറിയാൻ വേണ്ടി ദൈവം നമ്മളെ കൂടെ അറിയിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ ദയയെ നിരസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഒരാൾ പറയുക ദൈവത്തിൻ്റെ കൃപയുടെ ഒന്നും ആവശ്യമൊന്നും എനിക്കില്ല. കൃപ എന്നൊരു വാക്ക് തന്നെ എനിക്ക് സോറിയാസിസാണ്. കൃപ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലായ്മയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ആകെ അസ്വസ്ഥതയാണ് കൃപയെന്ന് കേൾക്കുമ്പോൾ തന്നെ. ഹല്ലേലൂയ. റിജക്റ്റ് ചെയ്യുമ്പോൾ, അലർജി ആകുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? ഈ കൃപയുടെ കൂടെ ഉള്ളത് മുഴുവനും നിങ്ങൾക്ക് നഷ്ടപ്പെടുക. നിങ്ങൾ വേണ്ടെന്ന് വെക്കുക. കർത്താവ് അപ്പോഴും നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക. നിങ്ങൾ തന്നെ ആ വന്ന കോളിനെ റൈറ്റിലേക്ക് ഇടത്തേക്ക് തള്ളി മാറ്റിയിട്ട് നിങ്ങൾ പറയും വേണ്ട. പിന്നെയും ദൈവം എന്ത് ചെയ്യുക? കോള് കൊടുക്കുക, ദയയുടെ കോള് കൊടുക്കുക. നീ ആയിരിക്കുന്ന ദയയിലായിരിക്കുന്ന ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോഴും ഞാൻ ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്തു വേണ്ട എന്ന് പറയുമ്പോഴും പിന്നെയും മീറ്റിങ്ങിന് പോകുമ്പോഴും കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ദയ വലുതാ, നിന്നോടുള്ള ദൈവത്തിൻ്റെ ദയ വലുതാ, അതിനൊന്ന് കീഴ്പ്പെട്. ഇനിയെങ്കിലും പ്രവൃത്തിയിൽ ആശ്രയിക്കാതെ വിശ്വാസത്തിൽ ആശ്രയിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുക. ഇതൊന്ന് വിശ്വസിക്കുക. പക്ഷെ റോമാലേഖനം 10-ാം അധ്യായം നമ്മൾ വായിച്ചപ്പോൾ നമുക്കറിയാം മനുഷ്യന്റെ പ്രശ്നം എന്നാണെന്നറിയോ? സ്വന്തം നീതിയെ സ്ഥാപിപ്പാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടാൻ മനുഷ്യന് ഇഷ്ടമില്ല. ഇങ്ങനെ സ്വന്തം നീതിയുടെ സംഭവത്തിൽ നിൽക്കുക. ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ഞാൻ അങ്ങനെ, എനിക്ക് ദൈവത്തിന്റെ ദയയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോഴും ദൈവം സങ്കടത്തോടെ നമ്മളെ എൻ്റെ പൊന്നുമോനെ, എൻ്റെ ദയ നീ എത്ര തിരസ്കരിച്ചാലും എത്ര നിരസിച്ചാലും നിന്റെ കൂടെ ഉണ്ടാവും. കാരണം നിനക്കറിയത്തില്ല ദയ മാറിയാലുള്ള ഗതികേട്. ഹല്ലേലൂയ. കൃപ മാറിയാലുള്ള ഗതികേട് നിനക്ക്. നീ വിമർശിക്കുമ്പോഴും നിന്റെ കൂടെ അതിരിക്കും. എന്തിനാണെന്നറിയോ? അത് മാറിയാൽ പിന്നെ നീ വിമർശിക്കാനില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ കൂടെ ഞാൻ ആ ദയ പറഞ്ഞുകൊണ്ടിരിക്കും, നിന്റെ കൂടെ ഞാൻ അത് തന്നുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയോ? ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കണ്ണ് തുറന്ന് നീ ഇത് കാണുമ്പോൾ ഏറ്റവും ശക്തിയോടെ നീ ഇത് പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് റോമാലേഖനത്തിൽ തന്നെ പ്രത്യേകിച്ച് 1 മുതൽ 16 വരെയുള്ള അധ്യായത്തിനകത്ത് തന്നെ ഈ ദയയുടെ 11 ഡൈമെൻഷനുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വായനയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ആ വാക്യങ്ങളെ പറയാം. ഫർദർ സ്റ്റഡിക്ക് വേണ്ടി മാത്രം ഞാൻ ആ വാക്യം പറയാം. റോമാലേഖനം 1:21, 1:24, 2:15, 2:29, 5:5, റോമാലേഖനം 5:5, 6:17, 8:27, 9:2, 10:1, 10:7, 10:9, 10:10, ഹല്ലേലൂയ, 11:22, 13:13, 15:14, 16:18. ഇത്രയും സ്ഥലത്ത് ദയയുടെ മുഖങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വിശദീകരിക്കുന്നതിന് എത്ര സമയമുണ്ടെങ്കിലും എനിക്ക് കഴിയും. ഇതെല്ലാം കൃപയുടെ ആസ്പെക്റ്റുകളായിട്ട് റിവീൽ ചെയ്തിരിക്കുകയാണ്. നിങ്ങളത് കൂടുതൽ പഠിക്കുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഈ വാക്യങ്ങളിലൂടെ പോയാൽ ഈ ആശയത്തെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. എത്രത്തോളം ഇപ്പോൾ ദയയ്ക്ക് വേണ്ടി നിങ്ങൾ വിധേയപ്പെടുന്നു, അത്രത്തോളം അവൻ്റെ ദയ ഒരു നദി പോലെ നിങ്ങളെ ചുറ്റുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹല്ലേലൂയ പലരും സൗഖ്യമാവും. ഇപ്പൊ തന്നെ പലരും സൗഖ്യമാവും. കണ്ടോണം, പടപടെ എന്ന് പറഞ്ഞ് കൂണെഴുന്നേക്കുന്ന പോലെ അവിടെ എല്ലാ ആൾക്കാർ സൗഖ്യമാവും. ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇവിടെ വന്നിരിക്കുന്ന ആരെയും കർത്താവ് സൗഖ്യമാക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ സൗഖ്യമായ ആള് ഞെളിയട്ടോ, ഞാൻ സൗഖ്യമാകാൻ കാരണം ദൈവത്തിൻ്റെ ദയ.
ഈ സൗഖ്യം ആകാൻ വേണ്ടി പ്രാർത്ഥിച്ച ആളില്ലേ, അങ്ങേര് ഞെളിയണ്ട. അങ്ങേര് ഒറ്റ കാര്യം ഓർത്താൽ മതി, വേര് എന്നെയാണ് ചുമക്കുന്നത്, ഞാൻ വേരിനെ അല്ല ചുമക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് മിണ്ടിക്കേ. കർത്താവിൻ്റെ ദയ പലതായിട്ട് വെളിപ്പെടുക. ചിലർക്ക് മാനസാന്തരം, ചിലർക്ക് രോഗസൗഖ്യം, ചിലർക്ക് സാമ്പത്തിക വിടുതൽ. കാരണം ദയ എന്ന പാക്കേജിനകത്തുള്ളതാണ് ഇതെല്ലാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദയയിൽ നിന്നാണ് എല്ലാം പുറപ്പെടുന്നത്. ഞാനൊന്ന് ആവർത്തിക്കട്ടെ ആ വാക്ക്. യേശുവിൻ്റെ ദയയിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള സകലവും പുറപ്പെടുന്നത്. സൗഖ്യം മാത്രമല്ല, ആരോഗ്യം മാത്രമല്ല, സമാധാനം മാത്രമല്ല, മാനസാന്തരം മാത്രമല്ല, രക്ഷ മാത്രമല്ല, സകലവും കർത്താവിൻ്റെ ദയയിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഒന്ന് കരമുയർത്തി ആ ദയക്ക് വേണ്ടി ഒന്ന് വിളിച്ചോ. യേശുനാഥ, എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, ഒന്ന് വിളിച്ചേ. ഹല്ലേലൂയ. ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് കരം താഴ്ത്തിയിട്ട് ഒന്ന് പറഞ്ഞ്, യേശുവിൻ്റെ ദയയാൽ ഞാൻ സൗഖ്യമാവുക. ഹല്ലേലൂയ. എനിക്ക് സൗഖ്യമാകാൻ യോഗ്യതയില്ല, പക്ഷേ യേശുവിൻ്റെ ദയയാൽ ഇത് ഞാൻ സൗഖ്യമാവുക. അങ്ങനെ പറയുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങളൊന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. യേശുവിൻ്റെ ദയയാൽ, എൻ്റെ കഴിവിനാലല്ല, കർത്താവിൻ്റെ ദയയാൽ. ഒന്ന് പറഞ്ഞേ, എല്ലാ മക്കളും ഒന്ന് പറഞ്ഞേ, യേശുവിൻ്റെ കഴിവിനാൽ, യേശുവിൻ്റെ ദയയാൽ, ഹല്ലേലൂയ, ഞാനിന്ന് സൗഖ്യമാകുന്നു. ഹല്ലേലൂയ. രോഗികളായിട്ട് വന്നിരിക്കുന്നവർ, പ്രത്യേകിച്ച് രോഗികളായിട്ട് വന്നിരിക്കുന്നവർ, രോഗമുള്ള സ്ഥലത്ത് നിങ്ങളുടെ കൈ തന്നെ എടുത്തു വെച്ചാട്ടെ. കേൾക്കാൻ കഴിയാത്ത ചെവിയാണോ നിങ്ങൾക്കുള്ളത്, ആ ചെവിയിലേക്ക് നിങ്ങളുടെ വിരലിട്ടാട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് ആ ദയക്ക് വേണ്ടി ആശ്രയിച്ചാട്ടെ. കാണാൻ പറ്റാത്ത കണ്ണാണോ നിങ്ങൾക്കുള്ളത്, ആ കണ്ണിലോട്ട് നിങ്ങളുടെ കൈ എടുത്തു വെച്ചാട്ടെ. എന്നിട്ട് ആ ദയക്ക് വേണ്ടി ആശ്രയിച്ചാട്ടെ. ഇപ്പോൾ തന്നെ ആശ്രയിച്ചാട്ടെ. എവിടെയാണ് നിങ്ങൾക്ക് പ്രയാസമുള്ളത്, അവിടേക്ക് നിങ്ങളുടെ കരങ്ങൾ വെച്ചാട്ടെ. എന്നിട്ട് ഉറക്കെ, യേശുവേ, അങ്ങയുടെ ദയയാലാണ് ഞാൻ സൗഖ്യമാകുന്നത്. അങ്ങയുടെ ആ ദയക്ക് വേണ്ടി നിങ്ങളൊന്ന് ആശ്രയിച്ചാട്ടെ. എത്രത്തോളം ആ ദയക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാമോ അത്രത്തോളം ഒന്ന് ഡിപ്പെൻഡ് ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒന്ന് ആശ്രയിച്ചാട്ടെ. കർത്താവേ, നിന്റെ ദയ, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, നിന്റെ ദയയാൽ ഞാൻ സൗഖ്യമാകുന്നു. ഒന്ന് പറഞ്ഞു, യേശുവേ, അങ്ങയുടെ ദയയാല്, അങ്ങയുടെ കരുണയാല് യേശുനാഥ, ഒന്ന് വിളിച്ചോ മക്കളെ. നന്ദി യേശുവേ, അങ്ങയുടെ ദയയാല്, അങ്ങയുടെ കരുണയാല് ഞാൻ സൗഖ്യമാകുന്ന കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ കഴിവിനാലല്ല, എൻ്റെ മിടുക്കിനാലല്ല, അങ്ങയുടെ ആ തൂണിന്റെ ചോട്ടിലിരിക്കുന്ന ആ സഹോദരി യേശു സ്പർശിക്കുന്നു. മകളെ, നീ ഓടി എഴുന്നേറ്റ് വാ. വേഗം വാ, ഓടിക്കൊണ്ടുവാ എന്നെ. ഓ, അവന്റെ ദയ ആ മകളുടെ മേൽ ആദ്യം തന്നെ അടിക്കുന്നു. ഹല്ലേലൂയ. സഹോദരി, യേശു നിന്നെ തൊടുന്നു മകളെ. കർത്താവ് ഇങ്ങോട്ട് നോക്ക, ഞാൻ പറയുന്ന ഒന്ന് കേട്ടെ. എന്താ നിന്റെ പേര്? ബിന്ദു. ഹല്ലേലൂയ. നീ ആ ദയക്ക് വേണ്ടി കേണപ്പോൾ തന്നെ അവന്റെ ദയ നിന്റെ മേൽ അടിക്കുന്ന ഞാൻ കണ്ടു. ഇങ്ങോട്ട് നോക്കിക്കേ. യേശു എനിക്ക് വെളിപ്പെടുത്തുന്ന ഞാൻ പറയാം. ബിന്ദുവിന് ഈ വലത്തെ എന്താ ഇതിന് പറയാ, ഇടുപ്പല്ലേ, വലത്തെ ഇടുപ്പിന്, ബിന്ദു ഇത് കേട്ടെ, ബിന്ദുവിന് ഈ വലത്തെ ഇടുപ്പിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ക്ഷതത്തിന് നല്ല വാക്കന്നെ, ചതവ് സംഭവിച്ചിട്ടുണ്ട്. ഈ ചതവ് സംഭവിച്ചത് ഹേതുവായിട്ട് ഈ ഒരു കാല് കംപ്ലീറ്റ് വീക്കാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഇടത്തെ കാലിന് ശക്തി കൊടുക്കുന്ന സമയത്ത് വലത്തെ കാലിന് കുഴപ്പമില്ല. പക്ഷെ വലത്തെ കാലിന് തന്നെ ശക്തി കൊടുത്ത് നിന്നാൽ കുഴഞ്ഞു വീഴും, അല്ലേ? അതെ. കർത്താവ് അത് റിവീൽ ചെയ്യുന്നു. 6 വർഷവും 3 മാസവും 6 വർഷവും 3 മാസവും മുമ്പ്, കർത്താവ് അത് റിവീൽ ചെയ്യുന്നു. 6 വർഷവും 3 മാസവും മുമ്പ് നിനക്ക് കിട്ടിയ ഒരു ഇടിയാണ് ഇതിന് കാരണം. പക്ഷെ അതിന്റെ അടിവേര് സഹിതം യേശു എന്ന് പറിക്കുക. ഞാൻ വ്യക്തമായിട്ട് സാഹചര്യം പറയാം. മണ്ണല്ല, ചരലുള്ള സ്ഥലത്തുനിന്ന് തള്ളി നിൽക്കുന്ന, കുന്തമുന പോലെ തള്ളി നിൽക്കുന്ന കുട്ടിക്കല്ലുകളുള്ള സ്ഥലത്തുനിന്ന് 6 വർഷവും 3 മാസവും മുമ്പ് ഒരു വീഴ്ചയിലൂടെ ഈ കുട്ടിക്കല്ല്, കുന്തം പോലെ തള്ളി നിൽക്കുന്ന കല്ല് ഈ ഭാഗത്ത് തളച്ചു കയറി, അല്ലേ? അതെ, ഞാൻ വീണിട്ടുണ്ട്. യേശുവിന്റെ ശക്തി ഈ മകളെ ഈ സമയത്ത് തൊടുന്നു.
അടിയുന്നു. അയ്യോ, അടിയുന്നു. ഭയങ്കര സൗഖ്യമായി മകളുടെ മേൽ വ്യാപരിക്കുന്നു. അയ്യോ, അവിടെ കിടന്നോണ്ട് അഴിഞ്ഞു പോവാതെ. അയ്യോ, പുതിയ കേടുപാട് സംഭവിച്ചിട്ടില്ലാത്ത പുതിയ ഞരമ്പുകളെ കർത്താവ് അവിടെ സൃഷ്ടിക്കുന്നു. പുതിയ രക്തധമനികളെ യേശു അവിടെ സൃഷ്ടിക്കുന്നു. കർത്താവിന്റെ മഹത്വം ആ മകളുടെ മേൽ അടിക്കുന്നു. ഓ, കരമടിച്ചെന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഓ, ഹല്ലേലൂയ. എഴുന്നേൽപ്പിച്ചോ, യേശു നിന്നെ വിടുവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മകളെ, ആദ്യമായിട്ടാണോ നമ്മുടെ മീറ്റിങ്ങുകൾക്ക് വരുന്നേ? എവിടെ വന്നിട്ടുള്ളേ? ഓ, മേപ്പുക്കടയിൽ നമ്മളുടെ മീറ്റിംഗ്, മേപ്പുക്കടയിലെ മീറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ സഹോദരി, നിന്നെ ഇന്ന് വിടുവിക്കാൻ കർത്താവ് പ്ലാൻ ചെയ്തതാണ്. ഹല്ലേലൂയ. കരമടിച്ച് ഇങ്ങോട്ട് നോക്കിക്കേ. ഈ 6 വർഷം മുമ്പ് സംഭവിച്ച ഈ ഇൻസിഡന്റ് ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ വേദന ഞാൻ തന്നെ സഹിച്ചു നടക്കും. ഭർത്താവിനോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓ, ഈ മെഡിക്കൽ കോളേജിൽ ജോലിക്ക് പോകുന്ന സമയത്തായി ഇത് സംഭവിച്ചല്ലേ? എന്റെ യേശുവേ, കരമടിച്ചൊന്ന് യേശു. ഭർത്താവിനോട് പോലും ഈ വീഴ്ചയുടെ കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. സൗഖ്യമായിരിക്കും. ഈ ഇടത്തേക്കാലെ തന്നെ നിന്നേ, വലത്തേക്കാല് പൊക്കിക്ക്. ഇടത്തേക്കാലെ തന്നെ നിന്നേ. ഒരു പ്രശ്നവുമില്ല, നല്ലതായിട്ട് നടക്കുന്നേ. കരമടിച്ചോ യേശുവിന് മഹത്വം കൊടുത്തു. സന്തോഷത്തോടെ പോയാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ജീവൻ വിശ്വസിക്കുന്ന ഓരോ ശരീരങ്ങളുടെ മേലും യേശുവിന്റെ നാമത്തിൽ വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഒന്ന് വിളിച്ചോ. മടിക്കണ്ട, ഒട്ടും മടിക്കണ്ട. ഇതാ ഈ പച്ച ഷർട്ടിന്റെ യൗവനക്കാരനെ യേശു തൊടുന്നു. മോനെ, നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടാ. മകളെ, കർത്താവിന്റെ ശക്തി നിന്റെ മേൽ അടിക്കാൻ പോകുന്നു. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിച്ചോ. ഞാൻ ഈ വാക്ക് നിന്നോട് പറയുന്ന സമയത്ത് ഇതാ ഈ സ്പോട്ടിൽ നിന്ന് ഇവിടെ നിങ്ങനെ ഇവിടെ മുതല് ഇവിടെ നിങ്ങനെ താഴെ, ഇതാ ഇവിടെ ഞാൻ ഈ കൈ വെച്ചിരിക്കുന്നത്, നിന്റെ കൈ ഒന്ന് വെച്ച്. യെസ്, എക്സാക്ട് പ്ലേസ് അതാ. ഹല്ലേലൂയ. നീ എവിടുന്നാ വരുന്നേ? കഞ്ചൂർ കോടത്തുനിന്ന്. ജീസസ്. ആഹാ, നീ നമ്മളുടെ മീറ്റിങ്ങിനൊക്കെ വരണതാണോ? ഇന്നാ വരുന്നേ? ഈ മീറ്റിങ്ങിനാ വരുന്നേ? ഇന്നലെ വന്ന്. ഈ മീറ്റിങ്ങിന് ആദ്യമായിട്ട് വരുന്നേ? ഇന്നലെ മുതലുണ്ട്. മോനെ, നിന്നെ യേശു സൗഖ്യമാക്കുന്നതാ. എന്നാ നിന്റെ പേര്? രതീഷേ. കർത്താവ് ഇവിടുന്ന് അതിനെ എടുക്കുന്നതാ മോനെ. ദൈവശക്തി ഇവന്റെ മേലെ അടിക്കുന്നു. ടച്ച് ഓഫ് ജീസസ്. യേശുവിന്റെ സ്പർശനം ഈ മകന്റെ മേൽ ഇപ്പോൾ തന്നെ നിറയട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യേശുവാകും. എന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അഴിഞ്ഞു പോകുന്ന ആ മകന്റെ മേൽ അഴിഞ്ഞു പോകുന്നു. ചോദിച്ചേ, ഇവിടെ ഒരു ഗ്രോത്ത് ഇരിപ്പുണ്ട്, അത് അപ്രത്യക്ഷമാകുവാന്നാ യേശു പറഞ്ഞേ. ചോദിച്ചേ, അവിടെ എന്നതാന്ന് ചോദിച്ചേ, എനിക്ക് മനസ്സിലാകുന്നില്ല. ചോദിച്ചേ, യേശു അവിടെ നിന്ന് എടുത്തു മാറ്റുക. ഇപ്പൊ തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. കരമടിച്ച് അതിനായിട്ടൊന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഒരാളുടെ മേലല്ല, വിശ്വസിക്കുന്ന പലരുടെ മേലും അത്ഭുത ജീവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. കണ്ണുകൾക്ക് കാഴ്ച വന്നുകൊണ്ടിരിക്കുന്നു, ചെവികൾക്ക് കേൾവി വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുക. ഇതാകുന്നു കർത്താവിന്റെ ദയ നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്ന സമയം. യേശുവിന്റെ ദയ. ഉറക്കെ പറ, യേശുവിന്റെ ദയ. ദയ, ദയ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇങ്ങനെ രോഗികളായിരിക്കുന്നവർ ഉറക്കെ പറയണം, യേശുവേ അങ്ങയുടെ ദയയാല്, യേശുവേ അങ്ങയുടെ ദയ ഒന്നുകൊണ്ട് മാത്രമാ ഇന്ന് ഞാൻ സൗഖ്യമാകുന്നത്. അങ്ങനെ ഉറപ്പുള്ള മക്കളൊന്ന് പറഞ്ഞ് യേശുവേ, ഒന്ന് പറഞ്ഞ് യേശുവേ, അവിടുത്തെ ദയയെ. നിങ്ങളുടെ രോഗമുള്ള സ്ഥലത്ത് കരം വെച്ചുകൊണ്ടെന്ന് പറഞ്ഞ് യേശുവേ, ഒന്ന് പറഞ്ഞേ, രോഗമുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ കരങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞ് യേശുവേ, യേശുവേ, അങ്ങയുടെ ദയ ഇപ്പോൾ എന്നെ സൗഖ്യമാക്കുന്നു. ദയ ഒന്നുകൊണ്ട് മാത്രമാ യേശുവേ ഞാൻ സൗഖ്യം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ യേശുവേ, ഞാനിന്ന് സൗഖ്യമാകുന്നെങ്കിൽ അതിന് കാരണം എന്റെ വിശ്വാസം പോലും അല്ല. കാരണം ഈ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് എന്നാ വിശ്വാസം ഉണ്ടാകാനാ? ഈ ആദ്യമായിട്ട് ഈ 2-3 പ്രാവശ്യമൊക്കെ വന്ന് ഇതൊക്കെ കാണുന്നവർക്കൊക്കെ വിശ്വാസം ഉണ്ടാവും. ഈ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് എന്നാ വിശ്വാസം ഉണ്ടാകാനാ? ഈ ഞാൻ ചിന്തിക്കായിരുന്നു, ആ ഗലീല കടപ്പുറത്തൊക്കെ അങ്ങോട്ട് ചോദിക്കായിരുന്നു, യേശു സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? എന്നാ വിശ്വാസം ഉണ്ടായിട്ട്? കർത്താവ് എല്ലാം ഓപ്പറേറ്റ് ചെയ്തത് അവിടുത്തെ ദയയിൽ നിന്നാണ്. വഴിവൊക്കെ കണ്ടവനോട് ചോദിക്കുക, എന്നാ വിശ്വാസം? ഇതിനു മുമ്പ് കർത്താവിനെ കണ്ടിട്ട് പോലുമില്ല, വചനം കേട്ടിട്ട് പോലുമില്ല. കേൾവിയാലെ വിശ്വാസം ഉണ്ടാകുന്നത്, പക്ഷെ കേട്ടിട്ടില്ല വചനം. പിന്നെ എങ്ങനെ വിശ്വാസം ഉണ്ടാകാന്? പക്ഷെ ദൈവത്തിന്റെ ദയയിലുള്ള ആശ്രയമാണ്. ഓ, ആ പെൺകുട്ടി, ഫ്ലോറിയുടെ പുറകെ ഇരിക്കുന്ന ആ പെൺകുട്ടി, യേശു അവളുടെ മേൽ സൗഖ്യം വ്യാപരിക്കുന്നു. മോളെ, ഞാൻ കാണുന്ന കാഴ്ച ഞാൻ പറയാം, നീ എൻ്റെ അടുക്കളേക്ക് വാ. കാണുന്ന കാഴ്ച ഞാൻ പറയാം. തലയുടെ വലത്തെ സൈഡില്, റൈറ്റ് സൈഡില്, ഇതാ ഇവിടെ ഇവിടെ എന്താ പറയണ്ടേ, ഇങ്ങനെ തല നിനക്ക് താഴേക്ക് ചെരിക്കാൻ പറ്റുകയില്ല. വെള്ളം കെട്ടുന്ന പോലെ അസ്വസ്ഥതയാ, വിട്ടുമാറാത്ത തലവേദനയാ. അപ്പൊ നീ പറയും, ബ്രദറെ തലവേദന ഉണ്ടെന്ന്. പക്ഷെ ഞാൻ പറയും, തലവേദന ഉണ്ട് എന്നല്ല, തലയുടെ വലത്തുഭാഗത്തും മാത്രം വേദനയുണ്ട് എന്നുള്ളതാണ്. അതല്ലേ സത്യം? തന്നെ. എത്ര വർഷമായി ഇത്? 4 വർഷമായി. ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ ഇതിന്? ഏത് ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? കാരണം ഇത് സാധാരണ ഒരു പ്രശ്നമല്ലത്. ഈ തലയുടെ റൈറ്റ് സൈഡിലേക്ക് ഇവള് ചെരിക്കുന്ന ഉടനെ ഈ തലയുടെ ഉദാഹരണം പറഞ്ഞ, ഇപ്പം വലത്തെ വശം നമ്മൾ തലേണ വെച്ചൊന്ന് കിടക്കുക എന്നിരിക്കട്ടെ, ആ കിടക്കുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റുകയില്ല, അല്ലേ? വലത്തെ സൈഡില് തലയിൽ വെക്കുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റില്ല. അതുപോലെ ഈ സൈഡിൽ ബലഹീനതയാ, സൈഡിലേക്ക് ചെരിക്കാൻ പറ്റുകയില്ല. എന്തിനേറെ ഇങ്ങനെ തല കുനിക്കാൻ പറ്റുകയില്ല. കുനിക്കുമ്പോഴത്തേക്ക് ഈ സൈഡിലേക്ക് ഒരു ഭാരം കെട്ടുകയാണ്. ഇന്ന് ഇവിടെ ഇരുന്നപ്പോഴും എന്ന് പറഞ്ഞാൽ, നീ ഇവിടെ വന്നിരുന്ന് ഈ മീറ്റിംഗ് തുടങ്ങിയ സമയത്തും നിനക്ക് ഈ സൈഡിൽ ഈ പറയുന്ന സംഭവം ഉണ്ടായിരുന്നു, അല്ലേ? പക്ഷെ യേശു അതിനെ എടുക്കുക. ഇപ്പം കർത്താവേ, ജീവിക്കുന്ന ഏക സത്യനിത്യ ദൈവമേ, അങ്ങ് ദൈവമെന്ന് തെളിയിച്ചാട്ടെ, അങ്ങ് ദൈവമെന്ന് തെളിയിച്ചാട്ടെ. അങ്ങയുടെ ദയയാൽ ഇവളുടെ ഒരു പ്രവൃത്തിയും പരിഗണിക്കാതെ, ഇവളുടെ സൽഗുണമോ ദുർഗുണമോ പരിഗണിക്കാതെ, യേശുവിന്റെ ദയയാൽ, കംപ്ലീറ്റ്ലി അങ്ങയുടെ ദയയാൽ, അങ്ങയുടെ ദയ ഒന്നും മാത്രം വ്യാപരിക്കുന്നു. കർത്താവിന്റെ ശക്തി അവളുടെ മേൽ വ്യാപരിക്കുന്നു. യേശുവിന്റെ തലേന്ന് തഴിയുന്നു. നിങ്ങളെല്ലാരും കണ്ടോണം, തലേന്ന് തഴിഞ്ഞു പോകുന്നു. പിതാവേ, അങ്ങയുടെ ദയയുടെ ആശ്രയം. കണ്ണടച്ചോ, യേശുവേ എന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. എല്ലാ മക്കളും ഇവൾക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്തു. ഈ സമയത്ത് ഈ മകളെ യേശു സ്വതന്ത്രമാക്കുകയാ, സ്വതന്ത്രമാക്കുകയാ, സ്വതന്ത്രമാക്കുകയാ. അഴിയുക രോഗാത്മാവേ, അഴിയുക, 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 അഴിഞ്ഞു പോവുക, അഴിഞ്ഞു പോവുക. ഈ മകൾക്ക് ഇനി അത് വേണ്ട. കാരണം ക്രൂശിൽ യേശു ഇത് വഹിച്ചതാ. ചങ്കിലെ ചോര കൊണ്ട് യേശു ഈ മകളെ സ്വാതന്ത്ര്യപ്പെടുത്തിയതാ. ഇവിടുന്ന് അഴിയുന്നു, ഇവിടുന്ന് അഴിയുന്നു, ഇവിടുന്ന് അഴിയുന്നു. കർത്താവിന്റെ ദയ ഈ മകളുടെ മേൽ വന്ന് അടിക്കുന്നു. ഈ സമയത്ത് തന്നെ നിന്നോട് സൗഖ്യമായി കൊള്ളാൻ യേശു പറയുന്നു. ഇനി നിന്റെ കോൺസെൻട്രേഷനെ അത് ബാധിക്കയില്ല, നിന്റെ ഏകാഗ്രതയെ അത് ബാധിക്കയില്ല.
ഇന്ന് അവന്റെ അടിപ്പിണരാൽ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. ഓ ആ സിന്ദൂരം ഇട്ട ചേച്ചി യേശു സൗഖ്യമാക്കും. ഹല്ലേലൂയ. സിന്ദൂരം ഇട്ട ചേച്ചിയുടെ പാട്ട് വേണമെങ്കിൽ ഞാനൊന്ന് പാടാം. ചേച്ചിയുടെ പേരെന്നാ? ചേച്ചിയുടെ പേരെന്നാ? ശ്രീജ. വാ, സിന്ദൂരം ഇട്ട ചേച്ചിയുടെ പാട്ട് പാടിയിട്ട് കുറെ നാളായി. ഒന്ന് പാടാൻ പോ. അതിനിങ്ങനെ പറ്റത്തില്ല, നമ്മുടെ ഭയം വന്നാലേ അത് പറ്റുള്ളൂ. ശ്രീജ അല്ലേ? ഹല്ലേലൂയ. യേശു ശ്രീജയെ സൗഖ്യമാകും. ശ്രീജ ഇവിടെ ഇരുന്നപ്പോ ശ്രീജയുടെ ഉദരത്തിൽ ശസ്ത്രക്രിയ നടക്കുന്നതായി യേശുവിനെ കാണാം. ഇല്ലാത്തതിനെ ഉത്ഭവിപ്പിക്കുക ദൈവം. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ യേശുവിന്റെ മഹത്വം ഇപ്പോൾ വ്യാപരിക്കാൻ പോകുകയാണ്. സിന്ദൂരമിട്ട ശ്രീജയെ യേശു സൗഖ്യമാക്കുന്നു. ഒന്ന് പറഞ്ഞു, സിന്ദൂരമിട്ട ശ്രീജയെ മാത്രമല്ല, ആണ്ടേ ആ ഇരിക്കുന്ന മകളെ ഒന്ന് വിളിച്ചേ. ഞാൻ മുമ്പേ വിളിച്ച മോളുടെ പുറകെ ഇരിക്കുന്ന ആളെ ഒന്ന് വിളിച്ചേ. ആ നീല സാരിയുടെ ഇപ്പുറത്തിരിക്കുന്ന ആളെ ഒന്ന് വിളിച്ചേ. ഇങ്ങോട്ടൊന്ന് വന്നേ. തൊട്ടേ 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 യേശു എന്നെ തൊട്ടേ, യേശു എന്നെ തൊട്ടേ. മകളെ, യേശു പറയാൻ പറഞ്ഞു, ഇങ്ങോട്ട് അടുത്ത് വന്നേ. എന്നാ പേര്? ശോഭന. ശോഭയ്ക്ക് ഇവിടെ ഞാൻ ഈ കൈവച്ചിരിക്കുന്ന സ്പോട്ടിൽ ഒന്ന് കൈവച്ചേ. യെസ്, ഇവിടെ 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 തൈറോയിഡ് അല്ലത്, തൈറോയിഡ് അല്ല, തൈറോയിഡിൻ്റെ അത് മുഴയാ. പക്ഷെ ഇത് ഗോയിറ്റർ റിലേറ്റഡാ. കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ ടോൺസിലൈറ്റിസ് ഇല്ലേ, ടോൺസിലൈറ്റിസിന്റെ പ്രയാസമാണെന്ന് യേശു വെളിപ്പെടുത്തുന്നു. ശരിയാണോ ഈ പറയുന്നത്? 4 വർഷമായി ടോൺസിലൈറ്റ്സ് സൗഖ്യമാവുന്നു. സിന്ദൂരമിട്ട ചേച്ചി, കുറെ നാളായി സിന്ദൂരം പാടിയിട്ട് കുറെ നാളായി. അത് വളരെ തൊട്ടേ 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 യേശു ഞങ്ങളെ തൊട്ടേ, തൊട്ടേ 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 തൊട്ടേ. ഇവരെ ഇപ്പൊ തൊടും, നിങ്ങൾ കണ്ടോണം. ഇവരെ ഇപ്പൊ തൊടും. നിങ്ങൾ പാടിക്കോ. നിങ്ങൾ തൊട്ടേ തൊട്ടേ എന്ന് പറഞ്ഞു. യേശു ഇവളെ തൊട്ടേ, സിന്ദൂരമിട്ട ചേച്ചി, യേശു നിന്നെ തൊടുന്നു, ടോൺസിലൈറ്റിസ് അഴിഞ്ഞു മാറി, യേശു നിന്നെ തൊടുന്നു. യേശു അവളെ തൊട്ടേ, പറഞ്ഞോണ്ടിരുന്നപ്പോ തന്നെ യേശു അവളെ തൊട്ട്, യേശു അവളെ തൊട്ടേ, തൊട്ടേ 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 യേശു അവളെ തൊട്ടേ, യേശു അവളെ തൊട്ടേ, തൊട്ടേ 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 തൊട്ടോ തൊട്ടോ തൊട്ടോ. യേശു നിന്നെ തൊട്ടോ, തൊട്ടു. യേശു അവളെ തൊട്ടേ. നിക്ക. ഇതിന്റെ ഈ കാഠിന്യം നിങ്ങൾ അറിയണം. ഈ മകൾക്കുണ്ടായ ഈ വിഷയത്തിന്റെ കാഠിന്യം അറിയണം. ഇങ്ങോട്ട് നോക്കിയേ. ഉമ്മിനീര്, വെള്ളമല്ല തുപ്പല്, ഉമ്മിനീര് ഇറക്കാൻ തൊണ്ടയിലൂടെ പറ്റുകയില്ല. അതുപോലെ വേദനയാ. ആണോ അല്ലയോ? കരയാതെ എന്നോട് പറ. ആണ് ആണ്. എടുക്ക് വെള്ളം, കൊടുക്ക് വെള്ളം, വേഗം നാട്ടെ. ഇത് മൊത്തം കുടിച്ചിട്ട് ആമേനും പറഞ്ഞ് നീ വീട്ടിൽ പോയാ. എന്നേലും പ്രയാസം ഉണ്ടോ? ഇല്ല ഇല്ല. ഇച്ചിരി ഇല്ല. ഇല്ല. കുറച്ച് ഇല്ല. ഉമ്മിനീര് ഇറക്കാൻ പ്രയാസമുള്ളപ്പോ വെള്ളം കുടിക്കുമ്പോ ഇച്ചിരി പ്രയാസം ഉണ്ടാവും. ഇല്ല, ഒരു ബുദ്ധിമുട്ടും. കരമടിച്ച് തൊട്ടേ 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 യേശു അവളെ തൊട്ടേ, യേശു അവളെ തൊട്ടേ, തൊട്ടേ തൊട്ടേ. കർത്താവ് നിന്നെ തൊടുന്നു മകളെ, യേശു നിന്നെ തൊടുന്നു. ഈ സമയത്ത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിച്ചു. നിന്റെ വീട്ടിലേക്ക് യേശു വരികയാണ്.
നിന്റെ ജാതിയോ മതമോ വർഗമോ ഒന്നും ചോദിച്ചിട്ടല്ല നിന്റെ വീട്ടിലേക്ക് യേശു വരുന്നേ. കഷ്ടം കൊണ്ട് നിറഞ്ഞ നിന്റെ വീട് ആനന്ദപൂർണമാകാൻ പോകും. ഒന്ന് മാറുമ്പം കൈ ഊപ്പി പിടിച്ചോ, യേശുനാഥാ ഞങ്ങൾ വിളിച്ചോ. ഒന്നും മാറുമ്പം ഒന്നുപോലെ നിന്നെ പിന്തുടരുന്ന സകല രോഗവേരുകളും ഇന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഈ ശരീരത്തിൽ നിന്ന് അഴിയാൻ പോവാ. നിങ്ങൾ എല്ലാരും കണ്ടോണം, അഴിയട്ടെ, ഇറങ്ങിപ്പോ. ഈ വീട്ടിൽ നിന്ന് അനുഗ്രഹം കയറുക. ശാപം ഇന്ന് വീട്ടിൽ ഇതാ അഴിയുന്നു, ഇതാ വിട്ടുപോകുന്നു. ഈ മകളെ പരിപൂർണമായിട്ട് യേശു സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. പുതിയ കാലുകൾ സൃഷ്ടിക്കപ്പെടുന്നു, പുതിയ കാലുകൾ സൃഷ്ടിക്കപ്പെടുന്നു, ഞരമ്പ് ക്ഷതം മാറുന്നു. യേശു ഇവിടെ വന്നിട്ടുണ്ട്, യേശു ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാരും ചോദിക്കുന്നു, യേശു വന്നാൽ എങ്ങനെയാ, യേശു വന്നാൽ എങ്ങനെയാ, നമുക്കല്ലേ അറിയൂ, യേശു വന്നാൽ ഇങ്ങനെയാ, യേശു വന്നാൽ ഇങ്ങനെയാ, യേശു വന്നാൽ എങ്ങനെയാ, യേശു വന്നാൽ ഇങ്ങനെയാ, യേശു വന്നാൽ ഇങ്ങനെയാ, യേശു വന്നാൽ ഇങ്ങനെയാ. കെട്ടെല്ലാം പൊട്ടിപ്പോയി, കെട്ടെല്ലാം പൊട്ടിപ്പോയി, ഒഴിയുന്നു. ശാപമെല്ലാം ഒഴിയുന്നു, ശാപമെല്ലാം ഒഴിയുന്നു, അന്ധകാരം തകരുന്നു, അന്ധകാരം ഇരുട്ടെല്ലാം ഓടുന്നു. എല്ലാം ഓടുന്നു. അടിയട്ടെ, അടിയട്ടെ, അടിയട്ടെ. ഇന്ന് ഇവളും ഇവളുടെ വീടും മുഴുവനായിട്ട് യേശുവിന്റെ സ്വാതന്ത്ര്യം നിറഞ്ഞ് കവിയട്ടെ. ദൈവശക്തി അടിക്കുന്നു. സൗഖ്യമാണ്. തൊട്ടു തൊട്ടു, യേശു അവളെ തൊട്ടു. അണ്ണാ, തങ്കച്ചി ചൊല്ലുക, സത്യമായി കരങ്ങളെ തട്ടി ചൊല്ലുക. യേശുക്കളെ തൊട്ടേ, യേശുവിനെ തൊട്ടേ, തൊട്ടേ തൊട്ടേ തൊട്ടേ, തൊട്ടേ തൊട്ടേ തൊട്ടേ, തൊട്ടേ തൊട്ടേ തൊട്ടേ, യേശുവിനെ തൊട്ടേ, തൊട്ടേ തൊട്ടേ തൊട്ടേ, തൊട്ടേ തൊട്ടേ തൊട്ടേ, തൊട്ടേ തൊട്ടേ തൊട്ടേ, തൊട്ടേ തൊട്ടേ തൊട്ടേ. ഹല്ലേലൂയ. ഒരുപാട് രോഗങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ആ തൂണിന്റെ മറവില് എനിക്ക് കാണാൻ പറ്റാതെ ഒളിച്ചിരിക്കുന്ന സഹോദരി, അവരെ വിളിക്കുക. മകളെ, നിന്റെ വലത്തെ കണ്ണിൽ സൃഷ്ടിപ്പ് നടക്കുന്നു. അതിനെ കൊണ്ടുപോവാ, അതിനെ കൊണ്ടുപോവാ, അതിനെ കൊണ്ടുപോവാ, അതിനെ കൊണ്ടുപോവാ, അതിനെ കൊണ്ടുപോവാ. ആരാ, ഏതാ, എന്താ, എവിടുന്നാ, എന്നാ പേര്? ശോഭ. നിന്റെ വലത്തെ കണ്ണിൽ സൃഷ്ടിപ്പ് നടക്കുന്നു. നീ എന്റെ പുറകിൽ ഒളിച്ചിരിക്കുക. നിന്റെ തല മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ കർത്താവ് പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാ വിളിച്ച. യേശു നിന്നെ സൗഖ്യമാക്കുക, യേശു നിന്നെ സൗഖ്യമാക്കുക, യേശു നിന്നെ സൗഖ്യമാക്കുക. എന്നാ കണ്ണിന് എന്നാ സംഭവിച്ചേ? പാരലൈസ് വന്നതാ. 14 വർഷം മുമ്പ് ഒരു സൈഡ് പോയതാ. 14 വർഷം കൊണ്ട് ഒരു സൈഡ് പോയി. കയ്യും കാലും ഒക്കെ ശരിയായി, കണ്ണിനാ തകരാറ്. എന്റെ യേശുവേ, കണ്ണും ചെവിയും പോയി. കണ്ണ് ചെവി പോയി. യേശുവേ, ചെവിക്ക് കിഴുത്ത വന്നിരിക്കുക. മസില് ചെറുണ്ട്, മുഴ വളർന്നിരിക്കുന്നു തലേ ചെവിക്കകത്ത്. ഈ ഒരു സൈഡിനാ. അയ്യോ, ഞാൻ കാഴ്ച കാണാൻ ഇവക്ക് പുതിയൊരു കണ്ണിനെ കർത്താവ് സൃഷ്ടിക്കുന്നു. പെട്ടെന്ന് നമ്മുടെ ബിജു ബ്രദറിന്റെ വൈഫ് ഇരിക്കുന്നതിന് പുറകിൽ ഇവരിങ്ങനെ ഒളിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ പുറകിൽ ഒളിച്ചിരിക്കാനുള്ള ഇടയൊന്നും ഇല്ല. അവരെ എനിക്ക് കാണത്തില്ലായിരുന്നു. പക്ഷെ കർത്താവ് പെട്ടെന്ന് അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവളോട് പറ, പുതിയ കണ്ണിനെ സൃഷ്ടിക്കുക, പുതിയ കണ്ണിനെ സൃഷ്ടിക്കുക. ഇന്ന് ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഇത് ആ കണ്ണ്, സഹോദരങ്ങളെ, 1-2 പേരൊന്ന് വന്ന് കണ്ടേ. ആ കണ്ണ് മുഴുവൻ കലങ്ങി കിടക്കുക. നിങ്ങളൊന്ന് വന്ന് കണ്ടേ. കണ്ണ് ശരിക്കും അടയില്ല, അത്രേ അടയത്തുള്ളൂ. എൻ്റെ യേശുവേ, ഹല്ലേലൂയ. 1-2 പേരൊന്ന് വന്ന് കണ്ടേ. നിങ്ങൾ ആദ്യമായിട്ട് വരികയല്ലേ? കണ്ണാടി വെച്ചാണ് വീനൊപ്പ് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് വരുന്ന 1-2 പേര് വന്ന് കണ്ടേ. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ. ഈ വലത്തെ കണ്ണ് കണ്ടോ? കണ്ട് കണ്ണൊരുമാതിരി കലങ്ങി കിടക്കും പോലെ കിടക്കണം.
കണ്ണൊരു വരെ കലങ്ങി കിടക്കുമ്പോൾ ഏത് നിറവാ കണ്ണിനകത്ത്? വെള്ള നിറം. ആണല്ലോ. വെള്ള നിറവും ചുവപ്പ് നിറവും. ബ്രദറിന് വിശ്വസിക്കാൻ കഴിയുമോ ഈ കണ്ണിന്റെ വെള്ള നിറം ഇപ്പൊ മാറിയിട്ട് യേശു ഈ കണ്ണിനെ പുതിയതായിട്ട് സൃഷ്ടിക്കുമെന്ന്? യേശു വിചാരിച്ചാൽ നടക്കും. വിചാരിച്ചിരിക്കുക കേട്ടപ്പാ, വിചാരിച്ചിരിക്കുക കേട്ടപ്പാ. ക്രൂശിൽ വിചാരിച്ചു, അതുകൊണ്ടല്ലേ അവിടുത്തെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നേ. ഹല്ലേലൂയ. നിങ്ങൾ യേശു ദൈവം എന്ന് വിശ്വസിക്കുന്നു? ദൈവം എന്ന് വിശ്വസിക്കുന്നു. എന്നാ ഇങ്ങോട്ട് കയറുന്നില്ലേ? യേശു ദൈവം എന്ന് വിശ്വസിക്കുന്നു. ദൈവം എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പാ? ഉറപ്പ് തന്നെയാ. എനിക്കും അതേ അനുഭവമാണ്. എന്റെ ഭാര്യയ്ക്കും അതേ അനുഭവം. ഇന്നലെ ഒരു സൗഖ്യം കൊടുത്തു. ഇന്നലെ നിങ്ങളുടെ ഭാര്യ സൗഖ്യമായതാ. വെറുതെ അല്ല ഇത്രയും തീഷ്ണതയോടെ ഇത് വന്നിരിക്കുന്നേ. ആയിക്കോട്ടെ, ഞാൻ പ്രാർത്ഥിച്ചാൽ ഇത് സൗഖ്യമാകുമെന്നാണോ? ഈ കൈ വെച്ച് പ്രാർത്ഥിച്ചാൽ 14 വർഷം മുമ്പ് നഷ്ടപ്പെട്ടത് തിരികെ വരുമെന്നോ? എന്താ വിശ്വസിക്കുന്നേ? യേശു കൈ വെച്ച് പ്രാർത്ഥിച്ചാലേ സൗഖ്യമാവുള്ളൂ. ഇപ്പൊ നമ്മളാരായി? ഹല്ലേലൂയ. കൈ അങ്ങോട്ട് പോയി വിളിച്ചു പറയ്. വിളിച്ചു പറയ്, യേശുവേ 14 വർഷം കൊണ്ട് ഇവക്കില്ലാത്തത് ഇപ്പോൾ ഉണ്ടാവണം. കാഴ്ച ഉണ്ടാവണം. കണ്ണിന് കലക്കം മാറട്ടെ, സൗഖ്യമാകട്ടെ. യേശുവേ, ഈ കണ്ണ് കലങ്ങി കിടക്കുന്നത് യേശു വിചാരിച്ച് സൗഖ്യമാക്കി കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയെ സൗഖ്യമാക്കി കൊടുക്കണം. ആമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ കണ്ണ് സൗഖ്യമാക്കി കൊടുക്കണം. ആമേ. പറഞ്ഞോ? പറഞ്ഞു. എന്നാ കാഴ്ചയുള്ള കണ്ണ് അടയ്ക്കാൻ പറ. കാഴ്ചയുള്ള കണ്ണ് അടയ്ക്കാൻ പറ. മറ്റേ കണ്ണ് തുറക്കാൻ പറ. കണ്ണ് തുറന്ന് നോക്ക. ഇതടയ്ക്ക്. ഈ കാഴ്ചയുള്ളത് അടയ്ക്ക്, കാഴ്ച ഇല്ലാത്ത തുറക്ക്. കാണാൻ നല്ലവണ്ണം. ചോദിക്കട്ടെ. ദൂരത്ത് നിൽക്ക്. കൈ പൊക്കി കാണിക്ക. ഓരോ അക്ഷരം ഓരോന്ന് കാണിക്കുന്നത് എല്ലാം കൂടെ കാണിച്ച എങ്ങനെ? ഈ പുള്ളിക്കാരെ ശരിയാകത്തില്ല കേട്ടോ. ഇത് എത്ര? 1 2 3 4 5 1 2 3 4 5. ക്ലിയർ? കരമടിച്ചോ യേശുവിന് മഹത്വം. അണ്ണന് സന്തോഷമായി. ഇന്നു മുതൽ യേശുവിന്റെ നാമത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങണം കേട്ടോ. ഇത് ആരുടെയും കുത്തകയല്ല, വിശ്വസിക്കുന്ന ആരുടെയും കയ്യിലൂടെ. പരീശനൊഴികെ വിശ്വസിക്കുന്ന ആർക്കും ഇത് സാധ്യമാണ് കേട്ടോ. എനിക്ക് വിശ്വാസമായി. എവിടുന്നാ പറഞ്ഞേ? നെയ്യാറ്റിൻകരയെന്ന്. അപ്പൊ ഇനി ഓടി നടന്ന് പ്രാർത്ഥിക്കോ രോഗികൾക്ക് വേണ്ടി? എനിക്ക് ദൈവം അതിനുള്ള അനുഗ്രഹം തരുമെങ്കിൽ ഞാൻ തന്നു. അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് കേറിയേ, അതുകൊണ്ടല്ലേ ഈ മൈക്ക് വന്ന് പിടിച്ചേ. കർത്താവ് അനുഗ്രഹം തന്നു. പറ. എങ്കിൽ ഞാൻ ഇതിനകത്ത് കയറി പ്രാർത്ഥിക്കുകയും ചെയ്യും. എല്ലാ രോഗികൾക്കും പ്രാർത്ഥിക്കും. പിന്നെയും ചങ്കരം കോക്കനട്ട് റിയൽ തന്നു. പറ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. ആമേൻ. മകളെ, നിനക്ക് പുതിയ ജീവിതമായി യേശു തന്നിരിക്കുന്നു. എന്നോട് നിന്റെ മുഖത്ത് നോക്കി പറയാനായിട്ട് യേശു പറയുന്നു, നീ മക്കളെ പ്രസവിക്കാൻ പോകുന്നു. എനിക്ക് നിന്നെ അറിയത്തില്ല, ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുക. എവിടുന്നാ നീ വരുന്നേ? ഞാൻ ഈഴക്കോട് തച്ചോട്ടുകാവിന്നാ വരുന്നേ. ഈ മീറ്റിങ്ങിന് ആദ്യമായിട്ടാണോ വരുന്നേ? എൻ്റെ യേശുവേ, ഇവള് മക്കളെ പ്രസവിക്കാൻ പോവുക യേശുവിന്റെ നാമത്തില. മച്ചി എന്ന് പേര് വിളിച്ച ഇവളുടെ പേരിനെ യേശു മാറ്റുകയാണ്. ചോദിക്കട്ടെ,
ഇപ്പൊ തന്നെ യേശു പറയുന്നു 14 വർഷം കൊണ്ട് ലോക്ക് കിടന്നതിനെ ലോക്ക് അഴുകിയാണ്. 14 കൊല്ലമായിട്ട് നിനക്ക് പിള്ളേരില്ലേ? ഇല്ല ഇല്ല, എന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. എന്ത് ചേട്ടൻ? എടോ മനുഷ്യ, ഇങ്ങനെ പിള്ളേരെ എടുത്തെടുത്ത് മടുക്കും. ഇങ്ങോട്ട് വായിയാണ്. ശരിയാണോ ഇവിളി പറയുന്നത്? ശരിയാണ്. ഈ 14 വർഷം മുമ്പ് ഈ സൈഡിന് സ്തംഭനം വന്ന് ഈ കണ്ണും ചെവിയും പോയി എന്ന് ഇവള് പറഞ്ഞ് ശരിയാണോ? ശരി തന്നെ. സ്തോത്രം. 29-ാമത്തെ വയസ്സിൽ ഇത് നഷ്ടപ്പെട്ടതാ അല്ലേ? 29-ാമത്തെ വയസ്സിലായി നഷ്ടപ്പെടുന്നത്. ബ്രദറെ, ഈ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുക. കേട്ടോ, കർത്താവിന്റെ ശക്തി മനുഷ്യനെ മേൽ അടിക്കുക. നിങ്ങളെ ഇന്ന് ഈ കുടുംബത്തിന്റെ വിടുതല നിങ്ങളെല്ലാരും കണ്ടോണം. അസൂയുള്ള ഒരു കൈ അടിക്കുകയല്ല, അസൂയ ഇല്ലാത്ത ഒരു കരം അടിച്ചോ. ശ്രദ്ധിച്ചു കേട്ടോണേ. ഈ മകനെ വിട്ട് കഴിഞ്ഞ 17-ലധികം കൊല്ലമായിട്ടൊരു കള്ള പിശാച് നടപ്പുണ്ട്. ഇവനിൽ 4 അസ്വസ്ഥതയാ പിശാച് കൂടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസങ്ങൾ ഇവനെ ചുറ്റിയിരിക്കുന്ന അസ്വസ്ഥതയാണ് ശ്വാസം മുട്ട്, വലിവ്. രണ്ടാമത്തേത് ഇവന്റെ രക്തത്തിനകത്ത് ചൂടുണ്ട്. ചൂട് സാധാരണ ബോഡിയിൽ ഉപരിയായിട്ട് ചൂടുണ്ട്. ബ്ലഡിനകത്ത് ചൂടുണ്ട്, ഹീറ്റ്നെസ് ഉണ്ട്. ശരീരത്തിൽ ചൂടുണ്ട്. സാധാരണ ചൂടല്ല, അസാധാരണ ചൂടുണ്ട്. ഈ 2 കെട്ടുകളും ഇന്ന് നിന്റെ ശരീരത്തിൽ നിന്ന് പൊട്ടുക. ശരിയാണോ ഈ പറയുന്നത്? ശ്വാസമുട്ടലുണ്ടോ? ഉണ്ട്, ശ്വാസമുട്ടുണ്ട്. ഗുളിയ പോക്കറ്റുണ്ട്. ഗുളിയ വെച്ചിട്ടാണ് ജോലിക്ക് പോയി. എനിക്ക് പൈസ ചേട്ടനെ ജോലിക്ക് പോയി പൈസ കൊണ്ടുവന്ന് 3 മാസം ജോലിയിലായിരുന്നു. ഞാൻ ബ്രദറിനെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ച് അന്ന് മുതൽ എൻ്റെ ചേട്ടൻ ജോലിയുണ്ട്. എൻ്റെ യേശുവേ, ഈ കുടുംബത്തിന്റെ ചരിത്രം മാറ്റുകയാണ്. യേശു, എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, മച്ചി എന്ന പേര് വിളിച്ച നീ മക്കളെ എടുക്കാൻ പോകുന്നു. അന്ധകാര പിശാചേ, നിന്റെ ടൈം ഈ മകന്റെ മേൽ കഴിഞ്ഞു. നരകയാചനകളെ, നിന്റെ സമയം ഈ കുടുംബത്തിൽ കഴിഞ്ഞു. ഇവരെ പിടിച്ചോണേ. 2 പേരുടെ മേലും ദൈവശക്തി അടിച്ചുകൊണ്ടിരിക്കുക. പുതിയ ജീവൻ ഇന്നിവരുടെ മേൽ കയറുകയാ. ഇവനെ വിട്ട രോഗ നിഴലുകൾ ഇന്ന് അഴിയട്ടെ. അതഴിയട്ടെ. കാൽവരി രക്തത്തിന്റെ ശക്തിയാൽ, പുത്രത്വത്തിന്റെ അധികാരത്താൽ സകല രോഗമുഖങ്ങളും പൊട്ടിവീഴട്ടെ. പോണു. അഴിയുന്നു. ഇറങ്ങിപ്പോ. ഈ മകനെ ഇന്നിവിടെ വെച്ച് യേശു സ്വതന്ത്രമാക്കുക. ഇവൻ കർത്താവിന്റെ മകനാ. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ വീട്ടിൽ വന്ന രക്ഷയ്ക്കായിട്ട് കരമടിച്ചൊന്ന് യേശുവിനെ. സന്തോഷത്തോടെ പോ മോളെ. അണ്ണ എങ്ങോട്ട് പോന്നു? അണ്ണ ഇവിടെ നിൽക്കണം. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ ഇവിടെ വന്നിട്ടുണ്ട്. ചെയർപേഴ്സണൊക്കെ കണ്ട് അന്തിക്കണം. ചെയർപേഴ്സൺ ഈ കസേര ഇരുന്നിട്ട് ഒരു രോഗിക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആ പട്ടണം മുഴുവൻ നടന്ന് രോഗികളെ സൗഖ്യമാണ്. സജിലാൽ ഇവിടെ വന്നിട്ടുണ്ട്. ആരോ? സജിൻലാൽ. പത്താങ്കലിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. എന്തിയേ? കണ്ടോ സജിൻലാലൊക്കെ കാണിത്. ഇനിയുള്ള കാലത്ത് നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ മാറി നിൽക്കും. അപ്പച്ചന്മാർ യേശുവിന്റെ നാമത്തെ സൗഖ്യം നടത്താൻ പോകും. അല്ലേലും ഞാൻ ഈ ദിവസങ്ങളിൽ നെയ്യാറ്റിൻകരയിൽ ആഗ്രഹിച്ചൊരു കാര്യമായത്, കുറച്ച് അപ്പച്ചന്മാർ എഴുന്നേക്കണം.
യൗവനക്കാർ കാണണം. അവന്മാർക്ക് ഇപ്പം ഭയങ്കര ജാടയാ എല്ലാ എണ്ണത്തിനും. അവന്മാരെല്ലാം കാണണം. കുറെ പിള്ളേര് അല്ല അപ്പച്ചന്മാരുടെ കയ്യാലും രോഗികളെ സൗഖ്യമാകുന്നു എന്നുള്ളത് കാണും. വലിയ വീര്യപ്രവർത്തികൾ നടക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഒന്ന് മിണ്ടിക്കേ ഹല്ലേലൂയ. ഒച്ചത്തിലൊന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഒന്ന് വിളിച്ചേ ആ നാമത്തെ. മടിക്കാതെ ഒന്ന് വിളിച്ചേ. കർത്താവേ, എന്റെ യേശുവേ, ഇപ്പോ തന്നെ ഒന്ന് 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 ആ സൗഖ്യത്തെ ഒന്ന് സ്വീകരിച്ച മക്കളെ. എന്നിട്ട് ആ പുറകു ഭാഗത്തേക്ക് എല്ലാം സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രദേശങ്ങളിലേക്കെല്ലാം അത്ഭുതം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ കൈ കൂപ്പിയിരിക്കുന്ന മകളെ യേശു തൊടുന്നു. എന്റെ മകളെ, നീ അവിടെ നിന്ന് യേശുവെ അങ്ങ് വിളിച്ചോ. ഹല്ലേലൂയ. യേശുവെ അങ്ങ് വിളിച്ചോ. അങ്ങ് വിളിച്ചോ. എഴുന്നേറ്റ് നിന്ന് അങ്ങ് വിളിച്ചോ. യേശുവെ അങ്ങ് വിളിച്ചോ. നിന്റെ സമീപത്തേക്ക് യേശുവ് ആ ഭാഗത്തേക്ക് കർത്താവിന്റെ അയ്യോ റോയിച്ചാനാണല്ലോ അവിടെ ഇരിക്കുന്നത്. യേശുവിന്റെ സൗഖ്യത്തിന്റെ ശക്തി ആ ഭാഗത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ദൈവശക്തി ആ ഭാഗത്തേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ യേശുവെ ഒന്ന് വിളിച്ചോ. അവിടെ നിന്ന് യേശുവെ അങ്ങ് വിളിച്ചോ മക്കളെ. അതാണ്ട് ആ സഹോദരി യേശു സൗഖ്യമാക്കുന്നു. ആ മകളുടെ മേലെ യേശുവിന്റെ ജീവൻ കയറിക്കൊണ്ടിരിക്കുന്നു. വിളിച്ചോ വിളിച്ചോ വിളിച്ചോ. മടിക്കണ്ട. ഇത് ഈ അമ്മയെ യേശു സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മേൽ കർത്താവിന്റെ ശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ആ സഹോദരി യേശു സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ കർത്താവിന്റെ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ മുതൽ ഇങ്ങനെ സൗഖ്യത്തിന് ഈ എഴുന്നേറ്റ് നിൽക്കുന്ന ആ മകളുടെ മേൽ ജീവന്റെ ശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വോളണ്ടിയർ അവരുടെ പുറകിലേക്ക് വേഗത്തിൽ ചെന്നോ. തലയടിച്ച് വീടല്ലേ പിടിച്ചോണം. പവർ ഓഫ് ഗോഡ് അടിച്ചു കയറുന്നു അവളുടെ ശരീരത്തിൽ. ഓ അഴിയട്ടെ 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 അഴിയട്ടെ. പൊട്ടുവാത് അതിനെ ഇനി പൊക്കിക്കൊണ്ടുപോവാ. അത് വലിയ വിടുതല അവൾക്ക് ഇപ്പൊ സംഭവിക്കുന്നത്. അത് വലിയ വിടുതല ഇപ്പൊ സംഭവിക്കുന്നത്. കൊണ്ടുപോവാ, വേഗം കൊണ്ടുപോവാ. നോക്കൂ, ജീസസ് ഈസ് ടച്ചിങ് യു. യേശു നിന്നെ തൊടുന്നു. സ്പർശിക്കപ്പെടട്ടെ. 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 പോണു. ഗെറ്റ് ഔട്ട്. ഇറങ്ങി മാറ്. മതി. ഈ മകളെ ഇവളുടെ തടവറകൾ പൊട്ടുന്നു. ഇവളുടെ ചങ്ങലകൾ പൊട്ടുന്നു. ഒന്ന് കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തേ മക്കളെ. മഹത്വം കൊടുത്തേ. പൊട്ടി വീഴുന്നു. ആ ചങ്ങല പൊട്ടി വീഴുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ചങ്ങല പൊട്ടി വീഴുന്നു. പിടിച്ചോണ ഒരാളും കൂടെ. അടിയട്ടെ. സ്വാതന്ത്ര്യപ്പെടട്ടെ. എന്റെ യേശുവേ. ചെറിയൊരു വിടുതലല്ല, അത്ഭുത വിടുതലായി മകൾക്ക് ഇപ്പൊ സംഭവിക്കും. തീരുമാനമായി. ഹല്ലേലൂയ. ഞാന് എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു പ്രേരണ തരുത്. എയ്ഡ്സ് ഞെട്ടണ്ട, അങ്ങനെ പറയാൻ കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു പറയുന്നു. ഇപ്പം എയ്ഡ്സ് രോഗത്താൽ ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് യേശു പറയുന്നു. അങ്ങനെയുള്ളവരെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. എയ്ഡ്സ് രോഗികളെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. എയ്ഡ്സ് രക്തത്തിലുള്ള HIV പോസിറ്റീവിന്റെ അംശങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കരിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നു. കരമടിച്ചൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞോ. എയ്ഡ്സ് രോഗികൾ ഇപ്പോൾ സൗഖ്യമാവണം. എയ്ഡ്സ് രോഗത്തിൽ പിടിക്കപ്പെട്ട കുടുംബം ഇപ്പൊ രക്ഷപ്പെടട്ടെ. എയ്ഡ്സ് രോഗത്തിൽ പിടിക്കപ്പെട്ട കുടുംബം ഇപ്പൊ രക്ഷപ്പെടട്ടെ. എയ്ഡ്സ് രോഗത്തിൽ പിടിക്കപ്പെട്ട സഹോദരൻ ഇപ്പോൾ രക്ഷപ്പെടട്ടെ. അവന്റെ മേൽ യേശുവിന്റെ രക്ഷ വന്ന് അടിക്കട്ടെ. അവന്റെ ശരീരം ശോഷിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ മുടികൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ കർത്താവിന്റെ ജീവൻ അവന്റെ മേൽ കയറിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ ശക്തി അവന്റെ മേൽ കയറിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് ആ മകനെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. രക്തത്തിലുള്ളതിനെ യേശു എടുത്തുകൊണ്ടിരിക്കുന്നു. ആ പുറകു ഭാഗത്തേക്ക് ദൈവശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. HIV പോസിറ്റീവ് കരിയുന്നു.
HIV പോസിറ്റീവ് ഉള്ളവർ നിങ്ങൾ പൊതുവിൽ എഴുന്നേറ്റ് വരണമെന്നില്ല, പക്ഷേ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത്ഭുതമന്ത്രിയവൻ, വീരനാം ദൈവമവൻ, നിത്യപിതാവും അവൻ, സമാധാനത്തിൻ പ്രഭു, ആരാധിപ്പാൻ യോഗ്യൻ, ആശ്രയിപ്പാൻ യോഗ്യൻ, സർവത്തിൻ യോഗ്യൻ യേശുവേ. ആരാധിപ്പാൻ യോഗ്യൻ, ആശ്രയിപ്പാൻ യോഗ്യൻ, സർവത്തിൻ യോഗ്യൻ നീയേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും. ഈ സമയത്ത് ഞാൻ ടെലിവിഷനിലേക്കുള്ള നിങ്ങളുടെ ഓഹരികളെ കളക്ട് ചെയ്യുകയാണ്. ടെലിവിഷൻ ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള ഓഹരികളെ കളക്ട് ചെയ്യുകയാണ്. സാമ്പത്തികമായിട്ട് ടെലിവിഷനിലൂടെ നടക്കുന്ന